ഞങ്ങളെ ഓരോ ദിവസവും കണ്ടുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ അപ്പച്ച, ജീവിതത്തിൽ ഇന്ന് വരെ കാത്തു സൂക്ഷിച്ചതിന് നന്ദി പറയാണ്. ഇനിയുള്ള ഞങ്ങളുടെ ജീവിതത്തിലും അങ്ങ് ഞങ്ങളുടെ കൂടെയുണ്ടെന്ന് ഞങ്ങൾക്കറിയാം. പലപ്പോഴും വേദനിക്കുമ്പോഴും സങ്കടപ്പെടുമ്പോഴും എന്ത് ചെയ്യണമെന്നറിയാതെ ജീവിതത്തിൻ്റെ മുന്നിൽ പകച്ചു നിൽക്കേണ്ടി വരുമ്പോഴും ഒക്കെ അങ്ങ് കൂടെയുണ്ടെന്നുള്ള വിശ്വാസത്തോടു കൂടെ ജീവിക്കാൻ അങ്ങ് ഞങ്ങളെ സഹായിക്കണേ. അപ്പച്ച, ഒത്തിരിയേറെ കുറവുകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. നിനക്കിഷ്ടപ്പെടാത്ത ഒത്തിരിയേറെ തിന്മകൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. ഞങ്ങളുടെ ജീവിതത്തെ രക്ഷിക്കാൻ അങ്ങ് കടന്നു വരണേ. ഒത്തിരി സാമ്പത്തിക ഞെരുക്കത്തിലൂടെ കടന്നു പോകുന്നവർ ഞങ്ങളുടെ ഇടയിലുണ്ട്. പലവിധ രോഗങ്ങളാൽ ക്ലേശിക്കപ്പെടുന്നവരുണ്ട്. ക്യാൻസർ മൂലം, മാരകമായ അസുഖങ്ങൾ മൂലം സങ്കടപ്പെടുന്നവരുണ്ട്. ജോലിയില്ലാതെ വിഷമിക്കുന്നവരുണ്ട്. മക്കളില്ലാത്തതിൻ്റെ പേരിൽ സങ്കടപ്പെടുന്നവരുണ്ട്. മക്കൾ മൂലം സങ്കടപ്പെടുന്നവരുണ്ട്. വൃദ്ധരായ മാതാപിതാക്കളുണ്ട്. ആരോരും കൂടെയില്ലാത്തവരുണ്ട്. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരുണ്ട്. തകർന്നു പോയവരുണ്ട്. തകർക്കപ്പെട്ടവരുണ്ട്. ബിസിനസ്സിലൊക്കെ ഒത്തിരിയേറെ ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരുണ്ട്. ഓരോ ദിവസവും സങ്കടപ്പെട്ട് കരഞ്ഞ് കരഞ്ഞ് ജീവിതം തീർക്കുന്നവരുണ്ട്. ആരോടും പറയാത്ത നൊമ്പരങ്ങളുമായിട്ട് ജീവിതത്തിൻ്റെ ഉള്ളിൽ, മനസ്സിൻ്റെ ഉള്ളിൽ ഒത്തിരിയേറെ സങ്കടപ്പെട്ട് ഇങ്ങനെ ജീവിക്കുന്നവരുണ്ട്. വിദേശത്തായിരിക്കുന്നവരുണ്ട്. പലപ്പോഴും പഠിക്കാനും മറ്റു കാര്യങ്ങൾക്കുമൊക്കെയായി വിദൂരത്ത് പോയിരിക്കുന്നവരുണ്ട്. പഠിക്കുന്ന ഓരോ കുഞ്ഞുമക്കളും ഉണ്ട്. കർത്താവേ, അവരെല്ലാം അങ്ങയുടെ മുമ്പിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ സഭയിലായിരിക്കുന്ന, ഈ വചനതോത് കേൾക്കുന്ന ഓരോ മക്കളെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. നീയാണ് എന്നെ കൊണ്ടുവന്നത്. നിന്റെ വചനം പ്രസംഗിക്കാനാണ് ഞാൻ ഇവരുടെ മുമ്പിലായിരിക്കുക. ദൈവമേ, ഈ മക്കൾക്ക് ആവശ്യമായ വചനം എന്നിലൂടെ ഇവർക്ക് നൽകണേ. ഇവരുടെ പ്രതിസന്ധികള്, വേദനകള്, ആകുലതകള്, പ്രശ്നങ്ങള്, തടസ്സങ്ങള്, ബുദ്ധിമുട്ടുകള് എല്ലാം നിന്റെ മുമ്പിലേക്ക് ഞാൻ തരുന്നു. പ്രാർത്ഥന കേൾക്കുന്ന ദൈവമേ, ഞങ്ങൾക്ക് ഉത്തരം നൽകുന്ന ദൈവമേ, ഞങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കണേ. ജീവിത ക്ലേശങ്ങളുടെ നടുവിൽ എനിക്കൊരു ദൈവമുണ്ട് എന്ന തിരിച്ചറിവോടുകൂടെ ജീവിക്കാൻ, ആരെല്ലാം എന്നെ ഉപേക്ഷിച്ചാലും എൻ്റെ അപ്പൻ എന്നെ ഉപേക്ഷിക്കുന്നില്ല എന്നുള്ള ചിന്തയിലേക്ക് കടന്നു വരാൻ ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണം. എല്ലാ മഹത്വവും എല്ലാ പുകഴ്ചയും യേശുവിൻ്റെ നാമത്തിന് മാത്രം. യേശുനാമം മഹത്വപ്പെടുമാറാകട്ടെ. ആമേൻ. മുഖിരിക്കാം. എല്ലാവർക്കും സുഖമാണോ? ദേവിരിക്കണോ മിണ്ടാതെ. എല്ലാവർക്കും സുഖമാണോ? ഓക്കെ, സന്തോഷമായി കേട്ടോ. നിങ്ങൾ വരാനും കാണിച്ച വലിയ മനസ്സിന് ഒത്തിരി ഒത്തിരി നന്ദി പറയുന്നു. നമ്മുടെ സഭയിലെ വൈദിക ശ്രേഷ്ഠരെ ഒത്തിരി സ്നേഹത്തോടു കൂടെ ഓർക്കുകയാണ്. അച്ഛൻ്റെ സ്നേഹം അനുഭവിക്കാനും അച്ഛൻ്റെ നല്ല വാക്കുകൾ കേൾക്കുവാനും ദൈവം തന്ന ഈ അവസരത്തെ ഓർത്ത് ദൈവത്തോട് ഞാൻ നന്ദി പറയാണ്. അതോടൊപ്പം തന്നെ നിങ്ങൾ നല്ല മനുഷ്യരാണ്, നന്നായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ദൈവത്തിൻ്റെ അകമഴിഞ്ഞ ഒത്തിരിയേറെ അനുഗ്രഹവും ഒത്തിരിയേറെ സമാധാനവും നിങ്ങളുടെ ജീവിതത്തിൽ എന്നും നിറയപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വലുതരം ഉയർത്തി നമുക്കൊന്ന് പറയാം. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഓക്കെ, അപ്പോൾ ഇന്നലെ നമ്മൾ കണ്ടു, കൂടെയുള്ള ദൈവത്തെക്കുറിച്ചാണ് നമ്മൾ ഇന്നലെ കേട്ടോ. ഇമ്മാനുവേൽ, ദൈവം മിണ്ടാതിരിക്കും. ദൈവം 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 നമ്മോട് കൂടെ കേട്ടോ. ജീവിതത്തിന്റെ ഏത് പ്രശ്നത്തിലും ചിന്തിച്ചു കൊള്ളാം, ആരെന്റെ കൂടെയുണ്ട്? ഉത്തരം പറ, ഉച്ചത്തി പറ. ദൈവം എൻ്റെ കൂടെയുണ്ട്. എത്ര വലിയ പ്രശ്നത്തിന് നടുവിലും ദൈവം എൻ്റെ കൂടെയുണ്ടെന്ന് ചിന്തിച്ചോളാം. ഞാൻ ഇന്ന് പ്രശാന്തൻ്റെ വീട്ടിൽ കിടന്നുറങ്ങണേ. ഭയങ്കര സന്തോഷത്തോടും സ്നേഹത്തോടും കൂടിയാണ് അവരെന്നെ എല്ലാ കാര്യങ്ങളും നോക്കുന്നത് കേട്ടോ. നല്ല ഭക്ഷണം തരുന്നു, ഗംഭീര ഭക്ഷണമാണ് കേട്ടോ. ഞാൻ വണ്ണം വയ്ക്കുമെന്ന് എനിക്കൊരു പേടിയുണ്ട്. ഇപ്പം എനിക്ക് എന്തെങ്കിലും കുഴപ്പമില്ല. അവരെന്നെ ഗംഭീരമായിട്ട്, മുകളിലൊരു മുറിയുണ്ട്, ആരും വരത്തില്ല, ഒരു ശല്യവും ഇല്ല. ഞാൻ അവിടെയാണ് താമസിക്കുന്നത്. ഞാനിന്ന് രാവിലെ തൊട്ട് പ്രാർത്ഥനയും മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുന്നു. ഭക്ഷണത്തിന് നേരത്തെ മാത്രമേ പുറത്തേക്ക് വരുള്ളൂ. അങ്ങനത്തെ ഒരു ടീമാണ് ഞാൻ. ഈ പാമ്പ് ഇര പിടിക്കാൻ പറ്റുന്നത് വിശക്കുമ്പോൾ മാത്രമെന്ന് പറഞ്ഞ പോലെ ഞാൻ ഭക്ഷണത്തിന് മാത്രമേ പുറത്തു വരാറുള്ളൂ. പുറത്തു പോയി ഭക്ഷണം കഴിക്കും. പുറത്തു പോയി വരില്ല, ഇവിടെ വീടെൻ്റെ ഭക്ഷണം കഴിക്കും. നേരെ കൃത്യമായിട്ട് മുറിയിലേക്ക് കയറും.
ബാക്കി സമയത്തൊക്കെ പ്രാർത്ഥനയായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ദൈവം തരുന്നൊരു വചനമുണ്ട് കേട്ടോ. ആ വചനം ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ആ വചനം നിങ്ങളോടൊക്കെ വേണ്ടി ഞാൻ പറയാം. ആ വചനം സങ്കീർത്തനത്തിന്റെ പുസ്തകം 50-ാം അധ്യായം 15-ാം തിരുവചനം. എന്നിടത്തെ സങ്കീർത്തനം 50:15. ഞാനിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ചില വചനങ്ങൾ മനസ്സിൽ കാണിക്കും. ആ വചനമാണ് ഞാൻ ഇന്ന് എഴുതി വെച്ചത്. എനിക്കറിയില്ലായിരുന്നു. അപ്പൊ ഞാനത് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞപ്പോൾ കൃത്യമായിട്ട് ഈ വചനം കാണിച്ചെന്നെ കേട്ടോ. സങ്കീർത്തനം 50:15 ഒന്നെടുക്കാമോ? സ്റ്റാൻഡപ്പ്. ആ പറഞ്ഞോ. വിടുവിക്കുകയും തുടക്കം തൊട്ട് വായിക്കുക. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. കഷ്ടകാലത്ത് എന്നെ വിളിച്ചപേക്ഷിക്കുക. ഞാൻ നിന്നെ വിടുവിക്കുകയും ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. എന്താ പറയണേ? കഷ്ടകാലത്ത് നീ എന്നോട് വിളിച്ചപേക്ഷിക്കുക. മിണ്ടരുത് കേട്ടോ, ചത്തുപോകും. മിണ്ടരുത് കേട്ടോ, ഇങ്ങനെ ഇരുന്നോ. പറ. ഞാൻ നിന്നെ വിടുവിക്കുകയും നീ എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും. അത് POC ബൈബിൾ വളരെ സുന്ദരമായിട്ട് പറഞ്ഞു വെച്ചിട്ടുണ്ട് കേട്ടോ. അതിങ്ങനെ പറഞ്ഞു വെച്ചിരിക്കണേ, നിന്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കുക, ഞാൻ നിന്നെ രക്ഷിക്കും. എന്താ പറയണേ? നിന്റെ കഷ്ടതയുടെ കാലത്ത് നീ എന്നോട് നിലവിളിക്കുക. ഈ നിലവിളിയും സാധാരണ വിളിയും തമ്മിൽ വ്യത്യാസം ഉണ്ടോ? എന്തൊട്ട് വ്യത്യാസം? കഴുത്താട്ടണുണ്ടല്ലോ എല്ലാം കൂടി. എന്തൊട്ട് വ്യത്യാസം? നിലവിളിയിലാണ് കരച്ചിലുള്ളത് കേട്ടോ. നിലവിളിയിലാണ് കരച്ചിലുള്ളത്. സാധാരണ വിളിയില് ദൈവമേ എന്ന വിളിയില് കരച്ചിലില്ല, നിലവിളിയിലാണ് കരച്ചിലുള്ളത് കേട്ടോ. അപ്പൊ തമ്പുരാൻ പറയാ, നിന്റെ കരച്ചിലുമായിട്ട് നിന്റെ കണ്ണീരുമായിട്ട് നീ എന്നെ വിളിക്കുക, അപ്പം നിന്നെ ഞാൻ രക്ഷിക്കും കേട്ടോ. ഏത് പ്രശ്നത്തിന്റെ നടുവിലും നിന്നെ ഞാൻ രക്ഷിക്കും. നീ എന്നേക്കും എന്നെ മഹത്വപ്പെടുത്തുകയും ചെയ്യും കേട്ടോ. ഇന്ന് പകല് മുഴുവൻ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് തമ്പുരാൻ കാണിച്ചു തന്നൊരു വചനം ഇതാ. അപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങളുടെയൊക്കെ ഒത്തിരിയേറെ വേദന നിറഞ്ഞ സാഹചര്യത്തിലും ബുദ്ധിമുട്ടേറിയ സാഹചര്യത്തിലൊക്കെ തമ്പുരാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എങ്ങനെ പ്രാർത്ഥിക്കാനാ? തേങ്ങ വിഴുങ്ങിയത് പോലെ ഇരിക്കാതെ ഉത്തരം പറ. എങ്ങനെ പ്രാർത്ഥിക്കാനാ? നിലവിളിച്ച് പ്രാർത്ഥിക്കാനാ. എന്ന് വെച്ചാൽ കരഞ്ഞു പ്രാർത്ഥിക്കാൻ. കേട്ടോ? കേട്ടോ? കേട്ടോ. അപ്പൊ കരഞ്ഞ് പ്രാർത്ഥിക്കുക ദൈവത്തിന്റെ മുമ്പിൽ. നിന്റെ പ്രശ്നം എന്തും ആയിക്കോട്ടെ കരഞ്ഞ് പ്രാർത്ഥിക്കുക. വലതരം ഉയർത്തി പറഞ്ഞേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ദൈവത്തിനൊരു വീക്ക്നെസ് ഉണ്ട്. ദൈവത്തിന് വീക്ക്നെസ് ഉണ്ടോ? ഉത്തരം പറ. ഞാൻ താഴെ വരും കേട്ടോ. ദൈവത്തിന് വീക്ക്നെസ് ഉണ്ടോ? ഉണ്ട്. എന്താ വീക്ക്നെസ്? ആരുടേത്? ദൈവത്തിനൊരു വീക്ക്നെസ് ഉണ്ടെന്ന് നിങ്ങൾ പറഞ്ഞു. എന്താണ് ആ വീക്ക്നെസ് എന്ന് പറ. യു സ്റ്റാൻഡപ്പ്. നീ പറഞ്ഞത് കറക്റ്റാ. അപ്പൊ കറക്റ്റായിട്ട് പറയാത്. നിനക്ക് വെളിവുണ്ടെന്ന് മറ്റുള്ളവർക്ക് മനസ്സിലാവട്ടെ. വാട്ട്സ് യുവർ നെയിം? ഷിജി. നല്ല കുട്ടിയാ കേട്ടോ, സുന്ദരിയാ. ഷിജിയെ, എന്താണ് ഈ ദൈവത്തിന്റെ വീക്ക്നെസ്? ഡീന്ന് വിളിക്കാമോ? കുഴപ്പമൊന്നുമില്ല. ഒരു പ്രശ്നമില്ലാത്ത വെച്ചാൽ കുഴപ്പമില്ല കേട്ടോ. ഇന്നത്തെ കാലഘട്ടത്ത് ഡീന്നൊന്നും വിളിക്കാൻ പറ്റത്തില്ല. നമ്മൾ സാധാരണ എന്റെ പെങ്ങളെ അല്ലെങ്കിൽ എന്റെ ചേട്ടനൊക്കെ, അല്ലെങ്കിൽ ചേട്ടനെ വിളിക്കും. പെങ്ങന്മാരെ അല്ലെങ്കിൽ അനിയന്മാരെ കേട്ടാ വന്നെടാ ഡീങ്ങ വന്നേടി. ജന്മത്തെ ഇപ്പൊ പുറത്തു പോയി പറയാൻ പാടില്ല, പേടിയാണ്. പിള്ളേരെങ്ങനെ കേസ് കൊടുത്താൽ തീർന്നു. കർത്താവ് ഒരു അച്ഛനായി പോയി എന്തെങ്കിലും ആവട്ടെ. പറ. നമ്മുടെ കരച്ചിൽ കണ്ടുകൊണ്ടിരിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല കേട്ടോ. ദൈവത്തിന്റെ ഒറ്റ വീക്ക്നെസ് ഉള്ളു. ദൈവത്തിന് മോളിരുന്നോ, ഷിജിരുന്നോ? ദൈവത്തിന് ഒറ്റ വീക്ക്നെസ് ഉള്ളു കേട്ടോ. നിങ്ങൾ ചിന്തിക്കും ദൈവത്തിന് അങ്ങനെ ഒരു വീക്ക്നെസ് ഉണ്ടോന്ന്. ഞാൻ പറയും, ദൈവത്തിനൊരു വീക്ക്നെസ് ഉണ്ട് ജീവിതത്തിൽ. എന്താണ് ആ വീക്ക്നെസ് അറിയോ? സ്വന്തം മക്കളുടെ കണ്ണീര് കാണാൻ ആർക്ക് പറ്റത്തില്ല? ദൈവത്തിന് പറ്റത്തില്ല. നിങ്ങൾ ചിന്തിച്ചോളണം എപ്പോഴും. ദൈവത്തിനൊരു വീക്ക്നെസ് ഉണ്ട്. നമ്മുടെ കണ്ണീര് കണ്ടോണ്ടിരിക്കാൻ ദൈവത്തിന് പറ്റത്തില്ല. നിങ്ങൾ കരയാറുണ്ടോ? കേട്ടോ? ഇപ്പൊ കേട്ടോ. കരച്ചിലൊക്കെ നല്ലതാ. അപ്പൊ നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കാനാ ദൈവം നിങ്ങളോട് ആവശ്യപ്പെടുന്നത് കേട്ടോ. ജീവിതത്തില് എന്തെല്ലാം പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോഴും സങ്കടങ്ങൾ ഉണ്ടാകുമ്പോഴും ദൈവത്തിന്റെ അടുത്ത് പോയിരുന്ന് കരയും. ഞാൻ പറയും, മനുഷ്യരുടെ മുമ്പിൽ കരയണ്ട, ഒരു കാര്യമില്ല.
നിങ്ങൾ ചിന്തിച്ചു നോക്ക്, മനുഷ്യരുടെ മുമ്പിൽ കരഞ്ഞിട്ട് ഒരു കാര്യമില്ല. നിങ്ങൾ കരയുമ്പോൾ അവർ പറയും, ഓ അവൻ്റെ കണ്ണീര് കണ്ടില്ലേ, അവൻ്റെ കണ്ണീര് കണ്ടില്ലേ, അവൻ്റെ ഞങ്ങളുടെ നാട്ടിൽ പറയും അവൻ്റെ പൂങ്കണ്ണീര് കണ്ടില്ലേ. വെറുതെ കള്ളത്തരം. മനുഷ്യന്മാരെ അങ്ങനെ നമ്മളെ തെറ്റിദ്ധരിക്കുള്ളൂ, നമ്മളോട് അങ്ങനെ പറയുള്ളൂ. പക്ഷെ ദൈവം അങ്ങനെ പറയോ? ഒരിക്കലും പറയില്ല. ഞാൻ എന്താ നിങ്ങളോട് പറയുന്നറിയോ? ജീവിതത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ, സങ്കടം ഉണ്ടാകുമ്പോൾ, വേദന ഉണ്ടാകുമ്പോൾ ദൈവത്തിന്റെ മുന്നിൽ കരയാൻ പഠിക്കണം. അവിടെയാണ് നിങ്ങൾ ജീവിതത്തിൽ വിജയിക്കുക. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ എപ്പോഴും പറയും, ദൈവത്തിന്റെ മുന്നിൽ കരയുന്നവന് ജീവിതത്തില് ഒരു പ്രശ്നം വരാതെ ദൈവം നോക്കും. ദൈവത്തിന്റെ മുമ്പിൽ നിലവിളിക്കുന്നവന് ഒരു പ്രശ്നത്തിൽ അകപ്പെടാതെ ദൈവം നോക്കും. ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തില് ദൈവമേ എന്ന് നിലവിളിച്ച് കരയുന്നവന്റെ ജീവിതത്തില് ദൈവം ഇടപെടും. അത് ഉറപ്പുള്ള കാര്യമാണ്. അപ്പൊ എനിക്ക് നിങ്ങളുടെ എന്ത് പ്രശ്നമായിക്കോട്ടെ, ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കാം, രോഗമായിരിക്കാം, വേദനയായിരിക്കാം, തടസ്സമായിരിക്കാം, എന്തും ആയിക്കോട്ടെ, ദൈവത്തിന്റെ മുമ്പിൽ കരയും. മനുഷ്യന്റെ മുമ്പിൽ കരയണ്ട. മനുഷ്യന്റെ മുമ്പിൽ ചിരിച്ചോ. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും ചിരിച്ചോ. നിങ്ങൾ എൻ്റെ ഫോട്ടോസോ എൻ്റെ വീഡിയോസോ നിങ്ങൾ ഇൻസ്റ്റാഗ്രാമിലോ അല്ലെങ്കിൽ യൂട്യൂബിലോ ഫേസ്ബുക്കിലോ എപ്പോഴും നിങ്ങൾ എന്നെ നോക്കിക്കോ. ഞാൻ ചിരിച്ചിരിക്കുള്ളൂ കേട്ടോ. ഞാൻ ചിരിക്കുന്ന മനുഷ്യനാ, എപ്പോഴും ചിരിക്കും. അപ്പം നിങ്ങൾ നോക്കും, പ്രശ്നങ്ങളൊന്നും ഇല്ലേ? ഇഷ്ടം പോലെ കേട്ടോ, ഇഷ്ടം പോലെ പ്രശ്നമായിട്ട് ഞാൻ ജീവിക്കണേ. പക്ഷെ എന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമുണ്ടോ? സുന്ദരനല്ലേ? ഓ എൻ്റെ കർത്താവ്, സുന്ദരനാണോ? ഓ അത്രയും കേട്ടോ, നിങ്ങൾ പറയണ്ട കേട്ടോ. എന്തെങ്കിലും ആവട്ടെ, നിങ്ങൾ പറഞ്ഞില്ല, സന്തോഷം കേട്ടോ. അത്യാവശ്യം ഭംഗിയൊക്കെ ഉണ്ടെന്ന് എനിക്കറിയാം. ഞാൻ എപ്പോഴും എന്നെ മോട്ടിവേറ്റ് ചെയ്യുന്ന ഒരാളാണ്. ഞാൻ എന്നോട് എന്നെ പറയും, നീ സുന്ദരനായിട്ട് ചിനുവേ, ഇച്ചിരി മുടിയില്ലാത്തതിൻ്റെ ഇച്ചിരി കഷണ്ടി തല ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ, വേറെ കുഴപ്പങ്ങളൊന്നും നിനക്കില്ല, നീ വളരെ വളരെ സുന്ദരനാ. ഞാൻ എപ്പോഴും ഇടയ്ക്ക് പറയും, ഞാൻ എപ്പോഴും പറയുന്നറിയോ, ഈ ലോകത്ത് ഒരു മോട്ടിവേഷൻ കൂടി തന്നേക്കാം. നിങ്ങൾ ചിന്തിക്കണമായിരുന്നറിയോ, ഈ ലോകത്ത് നിങ്ങളെ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുവരാനോ, നീ വലുതാകെ നിനക്ക് നല്ല നിലയിൽ എത്തിച്ചേരണം എന്ന് പറയാനോ ഈ ലോകത്ത് ഒരു മനുഷ്യന് നിങ്ങളുടെ കൂടെ ഉണ്ടാകുമെന്ന് വിശ്വസിക്കരുത്. പറഞ്ഞത് മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു കേട്ടോ. നമ്മൾ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും കുറ്റം പറയാൻ ഒരു 100 പേര് ചുറ്റിനുണ്ടാവും. ജീവിതത്തിൽ എപ്പോഴും ഓർത്തോളണം, എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും കുറ്റം പറയാൻ ഒരു 100 പേര്, ഒരു 1000 പേര്, മാറി നിന്ന് പരിഹസിക്കാൻ ഒരു 1000 പേര് എപ്പോഴും ഉണ്ടാവും. നീ എപ്പോഴും ചിന്തിച്ചോളാം, നീ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും, ചിലപ്പോൾ ഒരു ബിസിനസ് ആയിരിക്കാം, ഒരു ജോലി ആയിരിക്കാം, എന്ത് ആവശ്യത്തിന് വേണ്ടിയായിരിക്കാം, നീ എന്തിനു വേണ്ടി ഇറങ്ങി തിരിച്ചാലും ഒരു 100 പേര് കുറ്റം പറയാൻ ചുറ്റിനുണ്ടാവും. നീ എപ്പോഴും ചിന്തിച്ചോളാം, ഈ കുറ്റം പറയുന്നവർ കുറ്റം പറഞ്ഞോട്ടെ, നീ നിന്നെ മാത്രം മനസ്സിലാക്കുക, നിന്റെ ദൈവത്തിന്റെ മുമ്പിൽ നീ എന്നെ ഏൽപ്പിക്കുക, എന്നിട്ട് പോയി ഇറങ്ങിത്തിരിക്കുക. ഞാൻ എപ്പോഴും എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ അടുത്ത് വരുന്ന യുവതിവാക്കളോടൊക്കെ പറയുന്ന ഒരു കാര്യമാണ്, ഇന്നത്തെ കാലഘട്ടത്തിൽ കുറ്റം പറയുന്നവരുടെ എണ്ണം കൂടി വരാം. ഞാൻ നാളത്തേക്ക് തന്നോളാം, ഇപ്പൊ വേണ്ട, ഇന്നത്തേക്ക് നിന്ന് മതി. അപ്പൊ എനിക്ക് പറയണമെന്നറിയോ, നിങ്ങളെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുക, വളർത്തിയെടുക്കുക. അത് എപ്പോഴും ജീവിതത്തിൽ ചെയ്യേണ്ട കാര്യമാണ്. കാരണം നിങ്ങൾ ചിലർ പറയും, എന്നു വെച്ചാൽ എന്നെ സ്നേഹിക്കാൻ ആരുമില്ല. അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നവൻ ലോകത്തെ മുഴുവൻ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുള്ളൂ. നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക, നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ജീവിക്കുക, ദൈവത്തിന്റെ മുമ്പിൽ നിങ്ങളുടെ കാര്യങ്ങൾ ഏൽപ്പിക്കുക. പലതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പൊ എന്നെ കാണാൻ സുന്ദരനല്ലേ? ഓ നിങ്ങൾ പറഞ്ഞില്ലെങ്കിലും ഞാൻ സുന്ദരനാ കേട്ടോ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചോളാം, എന്തോരം ആക്സിഡന്റുകളും എന്തോരം പ്രശ്നങ്ങളുള്ള ഒരു മനുഷ്യനാന്ന് പറയും ഞാൻ. കാണുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ എനിക്കുള്ളൂ കേട്ടോ. എന്നെ കാണുമ്പോൾ ഞാൻ എപ്പോഴും ചിരിക്കും. എത്ര പ്രശ്നം വന്നാലും ചിരിക്കും, എത്ര സങ്കടം ഉണ്ടെങ്കിലും ഇപ്പൊ ചിരിക്കും, എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചിരിക്കും. നിങ്ങൾ വിചാരിക്കുന്ന പോലത്തെ ഒരു മനുഷ്യനൊന്നല്ല ഞാൻ. പക്ഷേ എൻ്റെ ജീവിത പ്രശ്നങ്ങളാണ് എന്നെ ചിരിക്കാൻ പഠിപ്പിച്ചത് കേട്ടോ. എൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളാണ്. നിങ്ങൾ ചിന്തിക്കുമ്പോൾ എൻ്റെ അപ്പന് ക്യാൻസറാ, അപ്പന് ക്യാൻസറാ, എൻ്റെ അമ്മയ്ക്കും ക്യാൻസറാ. രണ്ടുപേരും ക്യാൻസർ പേഷ്യൻസ് ആണ്. നിങ്ങൾ ചിന്തിച്ചോളാം, വീട്ടിൽ ഒരു ക്യാൻസർ പേഷ്യൻ്റ് ഉണ്ടെങ്കിൽ അതിൻ്റെ ബുദ്ധിമുട്ട് നിങ്ങൾക്കറിയാം. എൻ്റെ വീട്ടിൽ എൻ്റെ അപ്പനും അമ്മയ്ക്കും ക്യാൻസറാ. നീ തീർന്നില്ല കേട്ടോ. എന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ എനിക്കുള്ളൂ. ഞാൻ യൂട്യൂബിലൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. യൂട്യൂബിലൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ടോ. എന്നെ കാണുമ്പോൾ വലിയ കുഴപ്പമില്ലെന്ന് മാത്രമേ ഉള്ളൂ. പക്ഷെ എന്തോരം സർജറി കഴിഞ്ഞ മനുഷ്യനാന്ന് പറയും ഞാൻ. എൻ്റെ തലയിൽ ഒരു സർജറി കഴിഞ്ഞിട്ട് കേട്ടോ, ഇതിങ്ങനൊരു പാടുണ്ട്. ദേ കാണാൻ പറ്റുണ്ടോ? ഇത്രയും ദൂരം ഒന്ന് കണ്ടോ? ഓ എന്നെ തള്ളടാ തള്ളി കേട്ടോ. നിങ്ങൾക്ക് ഈ ഒരു പാടുണ്ട് ഇങ്ങനെ. ഒരു സർജറി കഴിഞ്ഞതാ, ഒരു ആക്സിഡന്റ് ഉണ്ടായതാ, ഒരു സർജറി കഴിഞ്ഞതാ. ഒരു 16 സ്റ്റിച്ചിട്ടുണ്ട് ഇങ്ങനെ തലയിൽ. ഇതിങ്ങനെ പൊളിഞ്ഞു പോയി പിന്നിലേക്ക്. ഇതിങ്ങനെ പൊളിഞ്ഞു പോയൊരു തലയാ. ഇത് ബ്ലഡൊക്കെ ക്ലോട്ട് ചെയ്ത് ഞരമ്പുകളൊക്കെ കട്ട് ചെയ്ത് അങ്ങനെ കുറേ നാൾ ആശുപത്രി കിടക്കേണ്ട വന്നൊരു തലയാണിത് കേട്ടോ.
നിങ്ങളെ കാണുമ്പോൾ വലിയ കുഴപ്പമെന്ന് വെച്ചാൽ മുടി ഉണ്ടാകാത്ത അത്രയും ഇഞ്ചക്ഷൻസും അത്രയേറെ മെഡിസിൻസ് ഞാൻ കഴിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് തല ഇങ്ങനെ ഇരിക്കുന്നത്. നിങ്ങൾ ഓർക്കണം, എൻ്റെ അപ്പന് ക്യാൻസർ കഴിഞ്ഞിട്ട് വരെ ഇത് നല്ലോണം മുടിയുണ്ട്, പക്ഷെ എനിക്ക് ഇപ്പോഴും ഇല്ല. എൻ്റെ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഒരു പ്രശ്നമുണ്ട്. ഈ ആക്സിഡന്റ് കഴിഞ്ഞ പിന്നെ തലയിൽ ഒരു 16 സ്റ്റിച്ച് ടൈപ്പിനെ ഇങ്ങനെ ഒരു പാട് കിടക്കുന്നുണ്ട്. പുള്ളി എന്തൊക്കെയാലും വന്നേ, ചേട്ടൻ വന്നേ, പുള്ളിക്ക് ഞാൻ കാണിച്ചു കൊടുത്തേക്കാം കേട്ടോ. കണ്ടോ? കണ്ടായിരുന്നു. ചെയ്തിട്ടില്ലേ? വരയില്ലേ? ഉണ്ട്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ടോക്ക് കഴിയുമ്പോൾ വന്നാൽ മതി, ഷോ ഉണ്ടാവും, തലയുടെ ഷോ. ചിലവരിങ്ങനെ കണ്ടാലേ വിശ്വസിക്കൂ. ചിലവർ അച്ഛൻ നുണ പറയുന്നില്ല. ഞാൻ എൻ്റെ ജീവിതത്തിൽ അങ്ങനെ എൻ്റെ അനുഭവങ്ങളിൽ നുണ ചേർക്കാറില്ല. ഞാൻ കൃത്യമായിട്ടാണ് പറയുന്നത്. എൻ്റെ സർജറി കഴിഞ്ഞാൽ തലയായത് 16 സ്റ്റിച്ചിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ ടോക്ക് കഴിയുമ്പോൾ വന്നാൽ മതി, പുറത്ത് ഇത് കഴിയുമ്പോൾ ഷോ ഉണ്ടാവും കേട്ടോ, തല കാണിച്ചിരിക്കുന്നത്. മുഖത്തിന് മാത്രം വലിയ കുഴപ്പം തമ്മിൽ നന്നില്ല കേട്ടോ. മുഖത്തിന് മാത്രം വലിയ പ്രശ്നം തമ്മിൽ നന്നില്ല. അതുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നത്, വലിയ കുഴപ്പം തമ്മിൽ നന്നിട്ടില്ല. അത് കഴിഞ്ഞു പോകുമ്പോൾ 2 കൈയുടെയും സർജറി കഴിഞ്ഞൊരു മനുഷ്യനെ ഞാൻ കേട്ടോ ഒരു കാര്യം കാണിച്ചു തരാം. നിങ്ങൾ ആരും ചെയ്യരുത് കേട്ടോ. ഇങ്ങനെ നോക്കിക്കോ, കയ്യിലേക്ക് നോക്കിക്കോ. ഇങ്ങനെ പിടിച്ചാ ഇതിങ്ങനെ പോവും. ഇതുപോലെ തിരിച്ചു വരും. ഒന്നുകൂടി കാണിക്കണം. നിങ്ങൾ എന്തെങ്കിലും മൃഗശാലയിലെ കുരങ്ങനെ നോക്കണം പോലെ എന്നെ നോക്കിക്കൊണ്ടിരിക്കണം. ഇത് സർക്കസ് ഒന്നല്ല കാണിച്ച്, 2 സർജറി കഴിഞ്ഞത് കാണിച്ചെന്നതാ കേട്ടോ. അത് സർജറി കഴിഞ്ഞു എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനങ്ങനെ പിന്നിലേക്ക് കാണിച്ചു. ഒന്നുകൂടി കാണിക്കണോ? ഓ ഭാഗ്യം. ചിലടത്ത് എന്നാ മാജിക് ഷോ പോലെയാണ്. ചിലർക്ക് കാണാൻ പറ്റാഞ്ഞിട്ട് ഒന്നും കൂടി ആവശ്യപ്പെടും, അച്ഛൻ ഒന്നും കൂടി ഒന്ന് കാണിച്ചത് കൃത്യമായിട്ടൊന്ന് കണ്ടോട്ടെ. നിങ്ങളുടെ ആരുടെയും കൈ അങ്ങനെ ത്രൂ ഔട്ട് പിന്നിലേക്ക് പോവില്ല. എൻ്റെ കൈ പക്ഷെ നിങ്ങളെപ്പോലെയല്ല, പിന്നിലേക്ക് പോകും, കൃത്യമായിട്ട് പോകും. അതിൻ്റെ കുഴപ്പമെന്നറിയോ, അച്ഛന് ഇവിടെ ഒരു പിടുത്തമില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ആ പിടുത്തമുണ്ട്. എനിക്ക് ഉണ്ടെന്നില്ല എന്നല്ല, അത് സർജറി കഴിഞ്ഞപ്പോൾ പോയി. എനിക്ക് ഈ പിടുത്തത്തിനൊരു ബുദ്ധിമുട്ടുണ്ട് ഇവിടെ. എനിക്ക് നിങ്ങളെപ്പോലെ ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ പൊക്കി പിടിക്കാൻ പറ്റത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. ഇങ്ങനെ ഒരു കാര്യം എനിക്ക് കുഞ്ഞു കാര്യങ്ങളൊക്കെ പറ്റും, ചെറിയൊരു ബക്കറ്റ്, ചെറിയ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ പൊക്കാൻ പറ്റും. അല്ലാതെ നിങ്ങളെപ്പോലെ ഒരു ബക്കറ്റ് വെള്ളം ഇങ്ങനെ പൊക്കാൻ പറ്റത്തില്ല. എനിക്ക് എന്ത് കാര്യവും ഇങ്ങനെ ചെയ്യാനേ പറ്റത്തുള്ളൂ. ഇങ്ങനെ എനിക്ക് നിങ്ങളെപ്പോലെ ഒരു കാര്യം ഇങ്ങനെ എടുത്ത് എടുത്തു വെക്കാനൊന്നും പറ്റത്തില്ല, ഇങ്ങനെ പിടിക്കാനേ പറ്റത്തുള്ളൂ. ഈ 2 കൈയുടെയും പിടുത്തമില്ല കേട്ടോ, പിടുത്തം കുറവാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ആ പിടുത്തമുള്ളതുകൊണ്ടാണ് കൈ പിന്നിലേക്ക് പോവാത്തത്. എനിക്കതില്ല. അതിനൊരു കുഴപ്പങ്ങൾ ഒത്തിരി ഉണ്ട് കേട്ടോ. ഈ ബസ്സിൽ യാത്ര ചെയ്യാൻ പറ്റത്തില്ല കേട്ടോ. ബസ് ബ്രേക്ക് പിടിച്ചാലും എനിക്ക് ബ്രേക്കില്ല. കാരണം ബസ് ബ്രേക്ക് പിടിച്ചാലും ഞാൻ മുന്നിക്കോലി പോയിക്കൊണ്ടിരിക്കും. ഇവിടെ പിടുത്തമുണ്ടെങ്കിലാണ് നമ്മൾ നിൽക്കുള്ളൂ. ഇപ്പം ഈ ഹേമ കമ്മീഷനൊക്കെ വന്നുകൊണ്ട് ആകെ പ്രശ്നമാണ്. ബസ് എങ്ങാനും ബ്രേക്ക് പിടിച്ച് വില്ല പെണ്ണിന്റെ മേലിൽ ഞാനിപ്പോൾ ഇടിച്ച് തീർന്നു. ഞാൻ അതിൻ്റെ ഒരു കുഴപ്പം കൂടിയുള്ളൂ. അപ്പം അതുകൊണ്ട് ബസ്സിൽ കയറാറില്ല. ഭയങ്കര ഡേഞ്ചർ. എനിക്ക് ബസ്സിൽ കയറാൻ പറ്റത്തില്ല. എനിക്ക് ബ്രേക്ക് പിടിച്ചാലും എൻ്റെ കൈ ഇവിടെ നിൽക്കില്ല, ഞാൻ പോവും, ഇവിടുന്ന് വിട്ടുപോകും. അതുകൊണ്ടാണ് എനിക്ക് പ്രശ്നം. 2 കൈയുടെയും സർജറി കഴിഞ്ഞതാ. വയറ്റത്തെ ഒരു സർജറി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഒരു കുരുണ്ടായതാ, ക്യാൻസർ പോലെ. അത് അകത്തേക്ക് വളരാൻ തുടങ്ങി. അത് ഭയങ്കര ഡേഞ്ചറായി, ജീവന് തന്നെ അപകടമാണെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു സർജറി കഴിഞ്ഞ് വയറാണത് കേട്ടോ. ഒരു 12 സ്റ്റിച്ചിട്ടുണ്ട് ഈ വയറ്റത്ത്. അത് എടുത്തു കളയേണ്ടി വന്നു, ആ കുരു എടുത്തു കളയേണ്ടി വന്നു. അപ്പൊ ഈ ചെറിയ പ്രായത്തിൽ പോലും ക്യാൻസർ വന്നൊരു മനുഷ്യനെ ഞാൻ, ചെറിയ പ്രായത്തിൽ. അപ്പൊ ഇത് കുരു വന്നിട്ട് അകത്തേക്ക് പോയതാ, അത് എടുത്തു കളയേണ്ടി വന്നു. ഒരു 12 സ്റ്റിച്ചിട്ടുണ്ട്. അത് കാണിച്ചു തരാൻ പറ്റില്ല, ആരും വരണ്ട. അത് മാത്രം കാണാതെ വിശ്വസിക്കേണ്ടി വരും കേട്ടോ. അത് മാത്രം കാണാതെ വിശ്വസിക്കുക. ഒരു 12 സ്റ്റിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞു പോകുമ്പോൾ 2 മുട്ടിന് സർജറി കഴിഞ്ഞതാ. 2 മുട്ടും സർജറി കഴിഞ്ഞതാ. വലത്തും ഇടത്തും സർജറി കഴിഞ്ഞതാ. വലത്തെ മുട്ടിന്റെ ലെഗമെന്റ് പൊട്ടിപ്പോയി, ഇടത്തെ മുട്ടിന്റെ ലെഗമെന്റ് പൊട്ടിപ്പോയി. 2 മുട്ടും സർജറി ചെയ്ത. അത് വേണമെങ്കിൽ വന്നോ കാണിച്ചു തരാം. കൃത്യമായിട്ട് പാട്, സർജറി ചെയ്ത പാട് കിടക്കുന്നുണ്ട്. അത് കഴിഞ്ഞു പോകുമ്പോൾ 2 കണ്ണങ്കാലും സർജറി കഴിഞ്ഞതാ. 2 കണ്ണങ്കാലിലും സർജറി ഉണ്ട്. 2 കണ്ണങ്കാലിൽ ഇപ്പോഴും പാട് കിടക്കുന്നുണ്ട്. നിങ്ങൾ വന്നാൽ മതി, കാണിച്ചു തരാം കേട്ടോ. ഇതിൻ്റെ ഒക്കെ ഷോ ഉണ്ടാവും. ഇത് കഴിയുമ്പോൾ ഞാൻ ഇങ്ങനെ ഇരിക്കും, വന്ന് നോക്കി പോവുക കേട്ടോ. ഈ കർത്താവിന് ഈ വെള്ളിയാഴ്ചയിൽ ഞങ്ങളുടെ പള്ളിയിൽ തൊട്ടുമുത്തണ പോലെ നിങ്ങൾ വന്ന് കണ്ടു പൊക്കോ കേട്ടോ. അതായിരിക്കും പറ്റുക. ഇതൊക്കെ ഞാൻ പറഞ്ഞെന്നറിയോ, ഞാൻ ഈ നിറകന്തല തൊട്ട് കാൽപാദം വരെ സർജറി കഴിഞ്ഞൊരു മനുഷ്യനാ. കണ്ടോ പറയോ? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചോണ്ട് ഞാൻ എന്തെങ്കിലും ഓടി നടക്കണേന്ന്. ഞാൻ നിന്ന് പ്രസംഗിക്കുന്നത് വളരെ കുറവാ. ഞാൻ എപ്പോഴും നടക്കും. എൻ്റെ കാലിൽ രക്തോട്ടം കുറവാ. എന്നെ ആ കാലും മരവിക്കും പെട്ടെന്ന്. അതാണ് ഞാൻ എപ്പോഴും കാലടിക്കുമ്പോൾ നിങ്ങൾ ആട്ടണ കാണാം കാല്. നിങ്ങൾ ശ്രദ്ധിച്ചോ, അച്ഛൻ കാലാട്ടും എപ്പോഴും. എൻ്റെ കാലിന് കുറേ നേരം ഇങ്ങനെ സ്റ്റക്കായിട്ടിരുന്ന ഇത് നിങ്ങളിൽ ആട്ടണ്ട.
എൻ്റെ കാലിന് പ്രശ്നമായതുകൊണ്ട് ഞാൻ ആട്ടെന്ന് പറഞ്ഞപ്പോൾ ചർക്കം കിടന്ന് ആടുക. അപ്പൊ ഞാൻ പറഞ്ഞറിയോ, എൻ്റെ കാല് ആട്ടുന്നത്, എൻ്റെ കാലിന് എപ്പോഴും മൂവ്മെന്റ് വേണം എനിക്ക്, എന്നാലാണ് എനിക്ക് രക്തോട്ടം ഓടിക്കൊണ്ടിരിക്കുള്ളൂ. അല്ലെങ്കിൽ മരവിക്കും. എനിക്ക് വേരിക്കോസ് വൈൻ്റെ പ്രശ്നമുണ്ട്. അതോടൊപ്പം തന്നെ ഈ സർജറി കഴിഞ്ഞുകൊണ്ട് കാല് ഇപ്പൊ ഞാൻ ഇപ്പൊ സത്യം പറയല്ല, ബാത്റൂമിൽ ഇരുന്ന ഒരു 2 മിനിറ്റ് കൂടിപ്പോയാൽ എനിക്ക് പിന്നെ എഴുന്നേക്കാൻ പറ്റില്ല. കാലങ്ങനെ മരവിച്ചു പോകും. രാവിലെ എഴുന്നേൽക്കുമ്പോൾ നിങ്ങളെപ്പോലെ തന്നെ കട്ടിൽ നിന്ന് എഴുന്നേറ്റ് നേരെ എഴുന്നേറ്റ് ഇരിക്കാൻ പറ്റത്തില്ല. കാലെനിക്ക് ഡെഡാ. ആ സമയത്ത് ഞാൻ കട്ടിലും ഇരുന്ന് ഇങ്ങനെ കാല് മടക്കണം കുറെ നേരം. ഇങ്ങനെ മടക്കി 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 മടക്കിയിട്ടാണ് എനിക്കൊന്ന് കാലെടുത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അല്ലെങ്കിൽ ഞാൻ കട്ടിലിൽ നിന്ന് നേരെ എഴുന്നേറ്റ് എന്താ മുട്ടുകുത്തി വീഴും. എനിക്ക് നേരെ നിൽക്കാൻ പറ്റത്തില്ല. എൻ്റെ കാലിന് അത്രയും ബലമില്ല. നിങ്ങൾ കണ്ടാ പറയുമോ? അതിന് ഞാൻ ഇങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും ഓടി നടക്കണം ഇവിടെ. എനിക്ക് നടക്കുമ്പോൾ പ്രശ്നമില്ല, കാല് മൂവ്മെന്റ് ഉണ്ടെങ്കിൽ പ്രശ്നമില്ല, അല്ലെങ്കിൽ കാല് മരവിക്കും. ഇനി എന്തോരം മരുന്ന് കഴിക്കണമെന്നറിയോ? ECGയിൽ വേരിയേഷൻസ് ഉണ്ട്. ECG എന്തെന്നറിയോ? അറ്റാക്ക് വരാൻ ചാൻസ് കൂടുതലാണ്. അതെനിക്ക് ഭയങ്കര കൂടുതലാണ് അറ്റാക്ക് വരാൻ. ഈ സർജറി ഒക്കെ കഴിഞ്ഞുകൊണ്ട് ഈ മരുന്നൊക്കെ കഴിച്ചു കൂട്ടിയോണ്ട് അധികം നാളൊന്നും പോകത്തില്ല കേട്ടോ. എനിക്ക് സന്തോഷമുള്ളൂ, പോകുന്നേ, കുഴപ്പമൊന്നുമില്ല. കണ്ടാ പറയൂ എന്നെ, ഇതൊക്കെ ഉണ്ടെന്ന് എനിക്ക്. എന്നിട്ട് ഞാൻ ഇരിക്കണോ ചിരിച്ചിരിച്ച്, എത്ര പ്രശ്നം വന്നാലും ഞാൻ ചിരിച്ചിരിക്കും. എന്നോട് പലരും ചോദിക്കും, എൻ്റെ ചിനുവച്ച അച്ഛൻ എങ്ങനെ ഇതൊക്കെ ഉണ്ടായിട്ട് ഇത്ര മോട്ടിവേഷൻ കൊടുക്കണേ മറ്റുള്ളവർക്ക്? ഞാൻ പറയടവേ, കർത്താവ് ഉണ്ടല്ല, പിന്നെ എന്തിനാ പേടിക്കണേ? ഇത്ര അസുഖം വന്നിട്ട് ഞാൻ ജീവിക്കാൻ ഇപ്പോഴും ഇതിനേക്കാളും ചെറിയ അസുഖം ഉണ്ടായിട്ട് എത്രയോ പേര് വീണുപോയി. ഞാൻ ഇപ്പോഴും നിൽക്കാല്ലേ? എൻ്റെ അടുത്ത് ഈ കൊല്ലത്ത് ഞാൻ ഈ തല തൊട്ട് കാൽപാദം വരെ സർജറി കഴിഞ്ഞപ്പോ മുമ്പിലിരിക്കുന്ന ഒരു വല്യമ്മ എൻ്റെ ഈ പ്രസംഗം കേട്ടെടുത്ത് ഇങ്ങനെ വിളിക്കുക. അപ്പൊ ഞാൻ ചോദിച്ചു, എന്തേ? അപ്പൊ ഈ പുള്ളിക്കാരത്തി എന്നെ നോക്കിയിട്ട് പറയാ, എൻ്റെ പൊന്നച്ച, ആകെ ഒരു പ്രതീക്ഷയോടെ കൂടെയാ ഈ കൺവെൻഷന് വന്നേ. ഇപ്പൊ പ്രസംഗിക്കാൻ വന്നേക്കണ അച്ഛൻ ഞങ്ങളെക്കാളും തീരാരോഗ്യാണല്ലോ കർത്താവ്. ഞാൻ എന്തിനെന്ന് പറഞ്ഞെന്നറിയോ? അച്ഛൻ അനുഭവം കൊണ്ടാ പറയണേ, ജീവിതം കൊണ്ടാ പറയണേ. ഇതുപോലെ ആക്സിഡന്റുകളും ഇതുപോലെ ദുരിതങ്ങളും ഇതുപോലെ വേദനകളും ഒക്കെ ജീവിതത്തിൽ അനുഭവിച്ച മനുഷ്യനെ ഞാൻ. പക്ഷെ ഇതിൻ്റെ ഒക്കെ നടുവിലും അച്ഛൻ നിങ്ങളുടെ ഒറ്റ കാര്യം പറയാം, ദൈവം ഉണ്ടേ നീ രക്ഷപ്പെട്ടുണ്ടാവും. എനിക്ക് അതാ പറയാനുള്ളൂ. ദൈവം ഉണ്ടേ, ജീവിതത്തിലെ ദൈവത്തെയാണോ നീ ആശ്രയിക്കണേ? ദൈവത്തെയാണോ നീ കൂട്ടുപിടിക്കണേ? ദൈവത്തോട് ചേർന്നാണോ നീ ജീവിക്കണേ? എത്ര വലിയ പ്രശ്നങ്ങൾ നിന്റെ ജീവിതത്തിൽ ഉണ്ടായാലും ഈ ദൈവം നിന്നെ അതിൽ നിന്ന് പൊക്കിയെടുത്തോണ്ട് വരും. വലുതാനും ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിൽ ഏത് സങ്കടത്തിൽ ഓർത്താൽ മതി, ദൈവം ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടുണ്ടാവും. ഞാൻ അങ്ങനെ വിശ്വസിക്കുന്ന ഒരു മനുഷ്യനെ. നിങ്ങൾ ഓർക്കണം, അച്ഛനിപ്പോൾ ഒരു ടോക്ക് ഇട്ട എൻ്റെ സോഷ്യൽ മീഡിയയിൽ എനിക്ക് ഏകദേശം ഒരു 9-10 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ട്. നിങ്ങൾ ഓർക്കണം, സോഷ്യൽ മീഡിയ യൂട്യൂബിൽ ഏകദേശം 2 ലക്ഷത്തിന് മേലെ ആൾക്കാർ എൻ്റെ വീഡിയോസ് കാണുന്നുണ്ട്. ഇൻസ്റ്റഗ്രാമിലുണ്ട്, ഫേസ്ബുക്കിലുണ്ട്, എല്ലാ കാര്യത്തിലും ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ ഞാൻ പറയുന്ന ഒരു കാര്യം അറിയോ? ഈ 9 ലക്ഷം അല്ലെങ്കിൽ 10 ലക്ഷം ഫോളോവേഴ്സ് ഉണ്ടെന്നുള്ളതല്ല എൻ്റെ ബലം. എൻ്റെ ബലം എൻ്റെ കർത്താവ് എൻ്റെ കൂടെ ഉണ്ടെന്നുള്ളതാണ്. എന്നോട് പലരും ചോദിക്കും, ജിനുവച്ച എങ്ങനെ ചിരിക്കാൻ പറ്റുന്നത്? ഞാൻ പറയും, കർത്താവുണ്ട്. എത്ര പേര് നിന്റെ കൂടെ ഉണ്ടായാലും ഇല്ലെങ്കിലും ദൈവം ഉണ്ടെങ്കിൽ നീ രക്ഷപ്പെട്ടുണ്ടാവും. വലുതരം ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ജീവിതത്തില് എത്ര വലിയ സങ്കടത്തിലൂടെ നിങ്ങൾ ഓർത്തോ, ചിലപ്പോൾ ക്യാൻസർ ആയിരിക്കും, കടബാധ്യതയായിരിക്കും, ജീവിതത്തിന്റെ ഒരു സങ്കടമായിരിക്കും, തടസ്സമായിരിക്കും, എൻ്റെ കൊച്ചിന്റെ ഒരു കാര്യമായിരിക്കും, എന്തു ആയിക്കോട്ടെ, ദൈവത്തെ കൂട്ടുപിടിക്കും, ദൈവത്തെ കൂട്ടുപിടിക്കും. ദൈവം ഉണ്ടെങ്കിൽ ഈ ആ പ്രശ്നത്തെ നന്നായിട്ട് അഭിമുഖീകരിക്കാൻ പറ്റും. ഇല്ലെങ്കിലല്ല മക്കളെ, നിങ്ങൾ തോറ്റുപോകും. ജീവിതത്തിൽ തോറ്റുപോകും, ജീവിതത്തിൽ തോറ്റുപോകും. നിങ്ങളുടെ മക്കൾ തോറ്റുപോകും, നിങ്ങളുടെ കുടുംബം തോറ്റുപോകും. ക്ലച്ച് പിടിക്കില്ല. ഞാൻ പറയാലോ, ഒരു സാധാരണ വീട്ടിൽ ജനിച്ച ഒരു മനുഷ്യൻ, എൻ്റെ അപ്പനൊരു കൂലിപ്പണിക്കാരനാ, അഭിമാനമുള്ളൂ പറയാൻ, അഭിമാനമുള്ള അല്ലേ സന്തോഷമുള്ളൂ. ഒരു കൂലിപ്പണിക്കാരനാ. ഈ തേങ്ങ പൊതയ്ക്കാനോ പോയോണ്ടിരുന്ന പണ്ട്, പിന്നീട് വാർക്കപ്പണിക്ക് പോകാൻ തുടങ്ങി. സന്തോഷമുള്ളത് പറയാൻ, എനിക്കതിൽ അഭിമാനം മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു അപ്പൻ്റെ മോനെ ഞാൻ കണ്ടിട്ടുണ്ട്. എൻ്റെ അപ്പൻ കർത്താവിൻ്റെ മുമ്പിൽ ഇങ്ങനെ കരയുന്നത് ഞാൻ വേറെ ആരുടെ മുമ്പിലും എൻ്റെ അപ്പൻ കരയണ കണ്ടിട്ടില്ല. സ്വന്തം അപ്പൂപ്പൻ മരിച്ചു കിടക്കുമ്പോൾ പോലും എൻ്റെ അപ്പൻ കരയണ ഞാൻ കണ്ടിട്ടില്ല. പക്ഷെ എൻ്റെ അപ്പൻ ദൈവത്തിന്റെ മുമ്പിൽ കരയണ ഞാൻ കണ്ടിട്ടുണ്ട്. 2 കരം ഉയർത്തിപ്പിടിച്ച് ഞാൻ കണ്ടിട്ടുണ്ട്. പണ്ടൊക്കെ എൻ്റെ കുടുംബം ജപ്തിയുടെ വക്കിലെത്തിയിട്ടുണ്ട്, ജപ്തിയുടെ വക്കില്. ഞങ്ങൾ ഇന്ന് ഓർക്കുന്ന ഒരു കാര്യമാണ്, രാവിലെ എഴുന്നേറ്റിട്ട് എൻ്റെ അപ്പൻ പറയാ, മക്കളെ ഇന്ന് നമ്മൾ ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. ഞങ്ങൾ പറഞ്ഞു, അപ്പനോട് പറഞ്ഞു, അപ്പ എന്നിട്ട് ഈ അപ്പം പറയണേ, അന്ന് എനിക്ക് 8ാം ക്ലാസ്സിലാണ് പഠിക്കണേ, ഇന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങണം. അപ്പൊ അപ്പം പറഞ്ഞു, നമുക്ക് വേറെ വഴിയൊന്നുമില്ല, മരണം മാത്രമേ ഉള്ളൂ മുമ്പിൽ, നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം, വേറെ വഴികളൊന്നുമില്ല.
ഒത്തിരി കടങ്ങളുടെ നടുവില് എൻ്റെ അപ്പൻ വീട് പണയം വെച്ചിട്ട് പൈസ വാങ്ങിച്ചതാ. അത് ജപ്തിയുടെ വക്കിലെത്തി നിന്നിട്ടും ദൈവം അവിടെ നിന്ന് പൊക്കിയെടുത്ത അനുഭവം ഉണ്ട് ഞങ്ങളുടെ ജീവിതത്തിൽ. എനിക്ക് എന്താ നിങ്ങൾ പറയുന്നറിയോ, എല്ലാ ദുരിതങ്ങളുടെ അവസ്ഥകളിലൂടെയും കടന്നുപോയ ഒരു മനുഷ്യനെ ഞാൻ നിങ്ങളുടെ പ്രശ്നങ്ങളോ സങ്കടങ്ങളോ അറിയാഞ്ഞിട്ടല്ല ഈ പ്രസംഗിക്കുന്നത്. നിങ്ങൾ ചോദിക്കുക, എൻ്റെ അച്ഛന്മാർക്കും തൊട്ട പ്രശ്നമുള്ള ഞാൻ കല്യാണം കഴിച്ചിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ, ഞാൻ എൻ്റെ കുറവ് കൂടെ ഉള്ളൂ എന്തെങ്കിലും അവിടെ. അപ്പൊ അത് മാത്രമേ ഒരു പ്രശ്നമുള്ളൂ, പ്രശ്നമായിട്ട് പറയുന്നില്ല കേട്ടോ. വിവാഹം ജീവിതം നയിക്കുന്നവർക്ക് അതിന് ബുദ്ധിമുട്ടുണ്ട് ഇല്ല അച്ഛാ? ഉണ്ട് കേട്ടോ, അച്ഛനൊക്കെ അറിയാം കേട്ടോ. അപ്പൊ അതുകൊണ്ട് ഞാൻ പറയണേ, എല്ലാവർക്കും ഉണ്ട് ബുദ്ധിമുട്ട്. ഞാൻ കല്യാണം കഴിച്ചില്ലെന്ന് വെച്ചാൽ എനിക്കൊരു കുടുംബം ഭാര്യ മക്കളില്ലെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ, ഭാര്യ മക്കളില്ലെന്ന് മാത്രമേ ഉള്ളൂ. ബാക്കി എല്ലാ ദുരിതങ്ങളിലും പങ്കെടുക്കുന്ന ഒരു മനുഷ്യനെ ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ട്. അങ്ങനെയുള്ള അവസ്ഥയിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനായതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറയണേ, ഒരു കൂലിപ്പണിക്കാരനായ പൗലോസിന്റെ മകൻ എന്ന രീതിയിലാണ് പറയണേ. ഒരു സാധാരണ ജീവിതത്തിൽ ഞാൻ ഇന്ന് ഓർക്കും, ഞങ്ങളുടെ വീടെന്ന് പറയുന്നുണ്ടല്ലോ, ഒരു കുഞ്ഞി വീടായിരുന്നു. 3 മുറി ഉണ്ടായിരുന്നുള്ളൂ. 3 മുറി, ഞങ്ങൾ 5 പേരാ വീട്ടില്. ഒരു അടക്കള, ഒരു ഹാള്, പിന്നെ ഒരു ബെഡ്റൂം, ബാത്റൂം പുറത്തായിരുന്നു. ഒരു മുറി ചാണകം മെഴുകിയതായിരുന്നു. അങ്ങനെ ഒരു ജീവിതത്തിലാണ് ഞങ്ങൾ ജീവിച്ചുകൊണ്ടിരുന്നത്. ഇത് പറയാൻ അഭിമാനമുള്ളൂ, സന്തോഷമുള്ളൂ. പക്ഷെ ഇന്നും എൻ്റെ അപ്പം പറയും ദൈവം എത്തിച്ചതാണ്. ഇന്ന് ഞങ്ങൾ താമസിക്കുന്നത് അത്യാവശ്യം എല്ലാവർക്കും മുറിയുള്ളൊരു വീട്ടിലാ. ദൈവം വളർത്തിയതാ. ഞാൻ എന്തിനാ നിങ്ങളോട് പറഞ്ഞറിയോ, ദൈവത്തിന്റെ കൂടെ നീ നടന്നാൽ, നീ എന്താണോ ആഗ്രഹിക്കുന്നത്, നീ എന്താണോ പ്രതീക്ഷിക്കുന്നത്, നിനക്ക് എന്താണോ വേണ്ടേ, ദൈവം തരും മക്കളെ. അത് എങ്ങനെയാണെങ്കിലും ദൈവം തരും. വലുതരം ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നീ ചിന്തിക്കുന്നത് എങ്ങനെ നടക്കും? ഞാനും ചിന്തിച്ചിട്ടുണ്ട്, ദൈവമേ ഇതെങ്ങനെ നടക്കും? നല്ലൊരു വീട്ടിൽ കിടക്കാൻ പറ്റുമോ? വലിയൊരു സ്വപ്നമായിരുന്നു നല്ലൊരു വീട്. ഇന്ന് ഞാൻ പറയാലോ, ഇന്ന് ഞങ്ങൾ നല്ലൊരു വീട്ടിലാണ് കിടക്കുന്നത്, സന്തോഷമുള്ളൊരു വീട്ടില്. ഞാൻ പറയും ദൈവമേ ഒരു മുറി, ഒരു ബാത്റൂം സ്വന്തമായിട്ട്, ഒരു ഡ്രസ്സ് വാങ്ങിക്കാൻ. ഞാനൊക്കെ ഭക്ഷണം കഴിക്കാതെ വീട്ടിൽ സ്കൂളിൽ പോയിട്ടുണ്ട്. സത്യം പറയണേ, ഭക്ഷണം കഴിക്കാതെ ഉണ്ടാവില്ല. ചിലപ്പോൾ കഞ്ഞി കുടിക്കാൻ ഇടിയായിരുന്നു, കഞ്ഞി കുടിക്കാൻ പണ്ടൊക്കെ ഉണ്ടാവില്ല. സ്കൂളില് ഈ ഉച്ചക്കഞ്ഞി കിട്ടും, അത് കഴിക്കാൻ വേണ്ടിയിട്ട് ഓടണേ. കാരണം വീട്ടിലൊന്നും ഉണ്ടാവില്ല. അത് പയറ് കിട്ടും. ഞങ്ങളുടെ വീട്ടിലാണെങ്കിൽ ചിലപ്പോൾ ഈ മുളക് വെളിച്ചെണ്ണയിൽ ചാലിച്ചിട്ടായിരിക്കും ചോറിൻ്റെ കൂടെ തന്നെ. അതും കഴിച്ചിട്ട് രാവിലെ പോവും. 4-5 മണിക്കൂർ നടക്കണം സ്കൂളിൽ ചെല്ലാൻ. അവിടെ ചെല്ലുമ്പോൾ ഞാൻ ഇന്നും ഓർക്കും, അതൊക്കെ ദൈവം വളർത്തിയ സാഹചര്യങ്ങളാണ്. ഞാൻ പറയുന്നറിയോ, ഈ സങ്കടങ്ങളും വേദനകളും പ്രശ്നങ്ങളൊക്കെ ജീവിതത്തിൽ നല്ലതാ. അങ്ങനെ നിങ്ങൾ വളരുമ്പോ നിങ്ങൾ നല്ല നിലയിൽ തമ്പുരാൻ കൊണ്ടുവന്ന് എത്തിക്കും. അത് നിങ്ങൾ ഓർത്തോ. ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനം തന്നിട്ടുണ്ടെങ്കിൽ അതിനപ്പുറം ഒരു അനുഗ്രഹം ഉണ്ടെന്ന് എപ്പോഴും തിരിച്ചറിഞ്ഞോളാം. ജീവിതത്തിൽ എപ്പോഴും ഓർക്കേണ്ട ഒരു കാര്യമാണ്, ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ഒരു സഹനം തന്നിട്ടുണ്ടെങ്കിൽ അതിനേക്കാളും അപ്പുറം ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിൽ വരാനായിട്ടുണ്ട്. വലുതരം ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇപ്പൊ ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവില് വേദനിച്ച് കരയല്ല വേണ്ടേ, ദൈവത്തോട് കൂടിയിരിക്കാൻ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയിലെ അച്ഛനത് പറയുമ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം. അബ്രാഹത്തിന്റെയും ആയവർക്ക് അബ്രാഹത്തിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം കേട്ടോ. നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയാ. നമ്മൾ പാടുന്നുണ്ടല്ലോ, അബ്രാഹത്തിൻ ദൈവം. നിർത്ത്, ദാരിദ്ര്യം കേട്ടോ, മിണ്ടരുത് കേട്ടോ, ചത്തു കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, നിങ്ങൾ മിണ്ട്, വായ ഉറന്നൊന്ന് മിണ്ട് കേട്ടോ. ഒന്നിച്ചൊന്ന് പാടിയ റെഡി, 1 2 3 സ്റ്റാർട്ട്. അബ്രാഹത്തിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, കൂടെയുള്ളതാ. അബ്രാഹത്തിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും കൂടെയുള്ളതാ. സീയോൻ യാത്രയതിൽ മനമേ. ഒന്നുകൂടി, സീയോൻ യാത്രയതിൽ മനമേ. അബ്രാഹത്തിൻ ദൈവം, ഇസഹാക്കിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും. ഒന്നുകൂടി, അബ്രാഹത്തിൻ ദൈവം, യാക്കോബിൻ ദൈവമെന്നും. സീയോൻ യാത്രയതിൽ മനമേ.
മതി കേട്ടോ. സിയോൻ യാത്രയിൽ ഇതെന്തുട്ട പറ്റിയേ എന്ന് മിണ്ടാതിരിക്കണെന്തേ? ഞാൻ താഴേക്ക് വേണോ? ആ, നിങ്ങൾ രക്ഷപ്പെട്ടിരിക്കുക. ഞാൻ അതുകൊണ്ട് നിങ്ങൾ നിൽക്കണേ. എവിടെയാ വെച്ചിട്ട് കാറ്റുണ്ട്, ഇങ്ങനെ നിൽക്കാം, അതുകൊണ്ട് നിൽക്കണതാ. അല്ലെങ്കിൽ ഇപ്പൊ ഞാൻ താഴേക്ക് വരും കേട്ടോ. ഇനി ഉത്തരം പറഞ്ഞില്ലെങ്കിൽ താഴേക്ക് വരും, ഉറപ്പ്. നിങ്ങളുടെ അടുത്ത് വന്ന് നിങ്ങളെ പൊക്കും. ഞാൻ എല്ലാത്തിൻ്റെ അടുത്തേക്ക് ഞാൻ വരുന്നത്. ഇനി പറ. സിയോൻ യാത്ര ചെയ്തതിൽ മനമേ ഭയം ഒന്നും വേണ്ട. എങ്ങനെയുള്ള ദൈവം കൂടെയുള്ള? അബ്രാഹത്തിന്റെ ദൈവം കൂടെയുണ്ട്, ഇസഹാക്കിന്റെ ദൈവം കൂടെയുണ്ട്, യാക്കോബിന്റെ ദൈവം കൂടെയുണ്ട് കേട്ടോ. ദൈവത്തിന്റെ 3 പ്രത്യേകതകളത്. അവൻ അബ്രാഹത്തിന്റെ ദൈവമാണ്, ഇസഹാക്കിന്റെ ദൈവമാണ്, യാക്കോബിന്റെ ദൈവമാണ്. ജീവിതത്തില് എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യമാണ്. ഞാൻ ഇന്നലെ പറഞ്ഞത് കൂടെയുള്ള ദൈവത്തെ കുറിച്ചാ, ഇമ്മാനുവേലായ ദൈവത്തെ കുറിച്ച്. ആ ദൈവത്തിന്റെ 3 പ്രത്യേകതകളാണ് അച്ഛനെന്ന് പറയാൻ പോണേ. ഒന്നാമത്തെ പ്രത്യേകത, അവൻ അബ്രാഹത്തിന്റെ ദൈവം. അത് അബ്രാഹത്തിന് കൊടുക്കണ വിശേഷണമാണോ? അബ്രാഹത്തിന് കൊടുക്കണ വിശേഷണമാണോ? അല്ല, അത് ദൈവത്തിന് കൊടുക്കണ വിശേഷണമാണ്. അവൻ അബ്രാഹത്തിന്റെ ദൈവ. എന്തുകൊണ്ടാ ദൈവത്തെ അബ്രാഹത്തിന്റെ ദൈവം എന്ന് വിളിച്ചേ? തേങ്ങപ്പുഴുക്ക് പോലെ ഇരിക്കണോ ഓരോന്ന്? എന്തുകൊണ്ടാ അബ്രാഹത്തിന്റെ ദൈവം എന്ന് വിളിച്ചേ? ആരായിരുന്നു അബ്രാഹം? ഇങ്ങനെ പിടിച്ചോണ്ട് നടന്നോട്ടോ, ഞാനൊന്നും പറയണില്ല. ആ വിശ്വാസികളുടെ പിതാവായിരുന്നു. പിന്നെയുള്ള പ്രത്യേകത എന്തായിരുന്നു അബ്രാഹത്തിന്റെ? നിങ്ങളോട് വന്നിട്ടൊരു അക്രൈസ്തവൻ ചോദിക്കുക, എടി മേരിക്കുട്ടിയെ, എന്തുട്ടടി അബ്രാഹത്തിന്റെ ദൈവം? നിങ്ങളെന്ന് പറയും, അതിപ്പോ എന്തിനാ അങ്ങനെ വിളിക്കണ ദൈവത്തെ? നമ്മള് ദൈവത്തെ ദൈവമേന്ന് വിളിച്ചപ്പോ പിന്നെ എന്തിനാ അബ്രാഹത്തിന്റെ ദൈവമേന്ന് വിളിക്കണേ? എടാ വൈ, സഭയിൽ അങ്ങനെ പ്രത്യേകമായിട്ടുള്ള ഒരു പ്രത്യേക പേരുണ്ട്, അബ്രാഹത്തിന്റെ ദൈവം. അത് എന്തുകൊണ്ടാണ് ദൈവത്തെ അബ്രാഹത്തിന്റെ ദൈവം എന്ന് വിളിച്ചേ? വിശ്വാസികളുടെ പിതാവായതുകൊണ്ടാ. ആര്? അബ്രാഹോ ദൈവോ? നിങ്ങളെല്ലാവരെയും നിരാശപ്പെട്ടിരിക്കണെന്തേ? നിങ്ങൾ പാട്ടുകാർ കുറച്ച് ജിൽജിലായിട്ടിരുന്ന് പാടണം കേട്ടോ. നിങ്ങൾ എപ്പോഴും പാടുന്നതെന്നറിയോ കേട്ടോ? ഇച്ചിരി ജിൽജിലായിട്ടിരുന്ന് പാടണം. പ്രിൻസേട്ടൻ കഷ്ടപ്പെടുന്നുണ്ട് കേട്ടോ, അതുകൊണ്ടാ കേട്ടോ. ജിൽജിലായിട്ടിരുന്ന് പാടണം കേട്ടോ. നിങ്ങൾ പാടുന്നത് ദൈവത്തിന്റെ മഹത്വമാണ് കേട്ടോ. പാട്ടൊക്കെ പാടുമ്പോ ഗംഭീര ശബ്ദത്തില്, ഉച്ചത്തില്. നിങ്ങൾ നല്ല കൊയറ കേട്ടോ, സൂപ്പർ കൊയറ. ഇച്ചിരി അല്ലേ? ഇവരെ കാണുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നുണ്ടേ. നിങ്ങൾ ഇവരുടെ മുഖത്തേക്കൊക്കെ ഒരു സന്തോഷം ഉണ്ടാവും. എന്തോ മരണ വീട്ടിൽ വന്നിരിക്കണ പോലെ അവരിയ്ക്കണ കേട്ടോ. ഞാൻ കാര്യമായിട്ട് പറഞ്ഞാൽ നിങ്ങൾ ഭയങ്കര സന്തോഷത്തിൽ ചിരിച്ച്. കാരണം നിങ്ങൾ പാടുന്നറിയോ? മാലാഖമാരുടെ സ്ഥാനത്ത് നിങ്ങൾ ദൈവത്തിന്റെ കീർത്തനങ്ങൾ പാടുന്നവരാര്? നിങ്ങള് മാലാഖമാരുടെ സ്ഥാനത്ത്. മാലാഖമാര് സങ്കടപ്പെട്ടിരിക്കോ? ഇല്ല. നിങ്ങളെ കാണുമ്പോൾ സങ്കടമുണ്ടോ? കണ്ടറിയാം കേട്ടോ. ഒറ്റയിടത്തിന്റെ മുഖത്ത് സങ്കടമില്ല. അപ്പൊ ചിരിച്ചിരുന്നോളണം. ഞങ്ങൾ മുഖത്ത് നോക്കുമ്പോൾ എനിക്കൊരു സന്തോഷം തോന്നുന്നുണ്ട്. നിങ്ങൾ മാലാഖമാരുടെ നേരത്തെ സ്ഥലത്ത് ഞാൻ കാണണേ കേട്ടോ. അത്രയും വലിയ മഹത്വമുള്ളവരാ നിങ്ങൾ കേട്ടോ. എൻ്റെ പള്ളിയിലൊക്കെ ഞാൻ പറയും, മാലാഖമാരുടെ സ്ഥാനത്തുള്ള കൊയറിലെ അംഗങ്ങള്. നിങ്ങൾ ഗംഭീര കൊയറാണ്, പാട്ട് സൂപ്പറാ. നിങ്ങളിത് ചിരിച്ചിട്ട് അങ്ങോട്ട് പാടിയാണ്ടല്ലോ, ഇവരും ചിരിക്കും, ഞങ്ങളും ചിരിക്കും. ഞാൻ എത്ര പ്രാവശ്യം എന്നറിയും നിങ്ങൾ നോക്കണോ? നിങ്ങൾ പറയും, യേശു നല്ലവൻ, അവൻ നല്ലവൻ. ഒന്ന് ചിരിച്ചു പാടിയാ ഭയങ്കര സൂപ്പറാ. യേശു നല്ലവൻ, അങ്ങനെ പറയണ്ടേ. യേശു നല്ലവൻ, അവൻ നല്ലവൻ, അവൻ ദയയോ എന്നുമുള്ളത്. ഇങ്ങനെ പാട്ട്. നിങ്ങൾ പാടിയത് എങ്ങനെയെന്നറിയോ? യേശു നല്ലവൻ, യേശു നല്ലവനാ കേട്ടോ. അപ്പൊ ഇവര് സൂപ്പറായിട്ട് പാടും. നിങ്ങളിപ്പോ ചിരിച്ചാ? നിങ്ങളുടെ മുഖത്ത് ചിരി വേണമെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞേ കേട്ടോ. അപ്പൊ അബ്രാഹത്തിന്റെ ദൈവം എന്തുട്ടാ? അബ്രാഹത്തിന്റെ ദൈവം. നിങ്ങളിങ്ങനെ ഇരുന്നോ? മറ്റുള്ളവരെ കളിയാക്കണ കണ്ട് ഇങ്ങനെ ചിരിക്കാതിരുന്നാ മതി കേട്ടോ. ഈ ഉത്തരം പിടിച്ചോ. നാളെ വരുമ്പോ ചോദിക്കും അച്ഛൻ. അച്ഛൻ ഞാൻ താഴേക്ക് പോണ അച്ഛാ. ഓക്കെ, നാളെ വരുമ്പോ ചോദിക്കും. നിങ്ങൾ പേടിക്കണ്ട, ഒന്നും പേടിക്കണ്ട. ഒരു ചേച്ചി ഇങ്ങനെ കൊടയാ, ദൈവം ഒന്നും ചെയ്യിക്കത്തില്ല കേട്ടോ. ഞാൻ നാളെ വരുമ്പോ ചോദിക്കും കേട്ടോ. ചോദിക്കുന്നു വിചാരിച്ചോണ്ട് എന്നെയാ നിങ്ങളോട് പറയാൻ പോണേ കേട്ടോ. ഇത് ഹൗളിങ് എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ മോനെ നോക്കിക്കോളോട്ടാ. ഓക്കെ, എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? ഇപ്പോഴെങ്കിലും സന്തോഷമായി നിങ്ങളെ കാണാൻ പറ്റുന്നുണ്ട്. എന്താണ്? ഉത്തരം പിടിച്ചോ. വിശ്വസിച്ചാൽ പറ, എന്നോട് കൂടെ പറ. വിശ്വസിച്ചാൽ, സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. ഒന്നുകൂടി പറഞ്ഞു. വിശ്വസിച്ചാൽ,
സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. ഒന്നുകൂടി പറഞ്ഞ്, വിശ്വസിച്ചാൽ സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. നിങ്ങൾ പറഞ്ഞേ, ദൈവമാണ്. ജിൻസി സ്റ്റാൻഡപ്പ്. എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. പുഷ്പ ചേച്ചി വന്നിട്ടുണ്ടോ? പുഷ്പ ചേച്ചി ഇവിടെ ചേച്ചി അവിടെ പോയി? ഞാൻ വന്നപ്പോ ശ്രദ്ധിച്ചു, അവിടെ പോയിരുന്നേ. പുഷ്പ ചേച്ചി ഇങ്ങോട്ട് വാ, പുഷ്പ ചേച്ചി ഇങ്ങോട്ട് വാ. ഇവിടെ വന്നിരുന്നേ. ഈ സീറ്റിൽ ആരെങ്കിലും ഉണ്ടോ? ഈ സീറ്റ് ആരെങ്കിലും ഉണ്ടോ? ഉണ്ടോ? ഇല്ല. ഉണ്ടോ? പുഷ്പ ചേച്ചി ഇങ്ങോട്ട് വാ, ഞാൻ സീറ്റൊക്കെ തരാം. ഇവിടെ വാ പുഷ്പ ചേച്ചി. ഇവിടെ ഓരോ ദിവസം കഴിയുന്നവരെ പുഷ്പ ചേച്ചി അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കും. ഇങ്ങോട്ട് വാ, ഇതിങ്ങോട്ട് എത്തുവോ? ഇവിടെ വന്നിരുന്നോ? ഇനി നിങ്ങൾ പറ, എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? വിശ്വസിച്ചാൽ സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. നിങ്ങൾ ആൺകുട്ടികൾ പറയോ? എടാ മോനെ, നീ എഴുതിട്ടെന്ന്. യു സ്റ്റാൻഡ് അപ്പ്. പേരുന്നുട്ടാ? വിനീഷ്. വിനീഷ് സുന്ദരനാണ് കേട്ടോ. വിനീഷേ, എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? വിശ്വസിച്ചാൽ കൂടെ നിൽക്കുന്ന, സ്നേഹിച്ചാൽ, നിനക്ക് സ്നേഹം വേണ്ടേ? വിശ്വസിച്ചാൽ സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. സൂപ്പർ കേട്ടോ. വിനീഷ് സൂപ്പറായിട്ട് പറഞ്ഞു. എടാ നീ എഴുന്നേറ്റടാ, എഴുന്നേക്കടാ, നീ പേടിക്കണ്ട കേട്ടോ. പേരുന്നുട്ടാ? ബിനോയ്. ബിനോയും സുന്ദരനാ കേട്ടോ. ബിനോയ് പറ, എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? വിശ്വസിച്ചാൽ സ്നേഹിച്ചാൽ കൂടെ നിൽക്കുന്ന ദൈവമാണ് അദ്ദേഹത്തിന്റെ ദൈവം. ഓക്കെ, രണ്ടുപേര് പറഞ്ഞു. ഇനി എനിക്ക് പെൺകുട്ടികളെ വളരെ യു സ്റ്റാൻഡ് അപ്പ്. ആ രണ്ട് ഒരേപോലത്തെ ചുരിദാറിട്ടോണ്ടിരിക്കുന്ന കൊച്ചങ്ങൾ എഴുന്നേറ്റ് സ്റ്റാൻഡ് അപ്പ്. അങ്ങറ്റത്തിരിക്കണോ എഴുന്നേറ്റേക്ക്. നീ മറ്റവളെ തള്ളി വിടുന്നോണ്ട് നീ എഴുന്നേറ്റേക്ക്. എന്താ പേരുന്നുട്ടാ? സോന. സോനാമേ, എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? വിശ്വസിച്ച സ്നേഹിച്ച കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. ഇനി എല്ലാവരും പഠിച്ചോല്ല. നാളെ വരുമ്പോ ചോദിക്കും. നാളെ വരുമ്പോ ചോദിക്കുന്നത് വെച്ചിട്ട് പഠിപ്പിച്ചേക്കണേ കേട്ടോ. ഇനി ചോദിക്കുന്ന വെച്ചോണ്ട് വരാണ്ടിരിക്കണ്ട. ഞാൻ വല്ല മാനത്ത് നോക്കി ചോദിച്ചോളാം. നിങ്ങൾ വന്നാ മതി കേട്ടോ. അപ്പൊ എന്താണ് അബ്രാഹത്തിന്റെ ദൈവം എന്ന് പറഞ്ഞേ? വിശ്വസിച്ച സ്നേഹിച്ച കൂടെ നിൽക്കുന്ന ദൈവമാണ് അബ്രാഹമിന്റെ ദൈവം. ജീവിതത്തിൽ എപ്പോഴും ചിന്തിച്ചോളാം. അപ്പൊ നിങ്ങൾ ചോദിക്കും, ദൈവമേ അച്ഛ വിശ്വസിച്ചില്ലെങ്കിലും സ്നേഹിച്ചില്ലെങ്കിലും ദൈവം കൂടെ ഇല്ലേ? ഞാൻ പറയുന്നുണ്ട്. പക്ഷെ വിശ്വസിക്കുന്നവനും സ്നേഹിക്കുന്നവനുമാണ് കൂടെയുള്ള ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. മനസ്സിലായോ? മനസ്സിലായോ? എന്താണ്? വിശ്വസിക്കുന്നവനും സ്നേഹിക്കുന്നവനാണ് കൂടെയുള്ള ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുള്ളൂ. വിശ്വസിക്കാത്തവനെ കൂടെയുള്ള ദൈവത്തെ മനസ്സിലാക്കാൻ പറ്റുമോ? പറ്റുമോ? ഇല്ല. ഞാൻ എന്തുകൊണ്ട് അങ്ങനെ പറഞ്ഞറിയോ? നിങ്ങൾ ഈ ബൈബിള് വായിക്കുമ്പോ അബ്രാഹത്തെ പോലെ ഇത്രയും ഗംഭീരമായിട്ട് ദൈവത്തെ വിശ്വസിച്ചൊരു മനുഷ്യനെ കാണാൻ പറ്റില്ല. അതുപോലെ വിശ്വാസമായിരുന്നു ഈ അബ്രാഹത്തിന്. നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, അന്ന് അബ്രാഹത്തിന് എല്ലാം ഉണ്ടായിരുന്നു. ഇഷ്ടം പോലെ സ്വത്ത്, നാൽക്കാലികൾ എല്ലാം ഉണ്ടായിരുന്നു. എല്ലാം ഉണ്ടായിരുന്ന അബ്രാഹത്തിന് ഒരു കുറവുണ്ടായിരുന്നു. എന്തായിരുന്നു ആ കുറവ്? എന്തായിരുന്നു? മക്കളിലായിരുന്നു. വർഷങ്ങളോളം പ്രാർത്ഥിച്ചു ഈ മനുഷ്യനൊരു കൊച്ചിനെ കിട്ടാൻ. കേട്ടോ, ഒരു 100 വർഷത്തിൽ പരം പ്രാർത്ഥിച്ചു ഒരു കൊച്ചിനെ കിട്ടാൻ. അത് ദൈവം അറിഞ്ഞ് അവനൊരു കൊച്ചിനെ കൊടുത്തു. ഞാൻ എപ്പോഴും പറയുന്നറിയോ, എല്ലാം തരുന്ന ദൈവം, എല്ലാം തരുന്ന നമ്മുടെ അപ്പൻ ജീവിതത്തിൽ ചില കാര്യങ്ങൾ നമുക്ക് തരില്ല. നീ എപ്പോഴും ഓർത്തോളാം, ചില കാര്യങ്ങൾ ദൈവം നമുക്ക് തരില്ല. എന്തുകൊണ്ടാ? എല്ലാം തന്ന സഭയിൽ വരുമോ? അതറിയാം. നിങ്ങളുടെ കയ്യിലിരിപ്പൊക്കെ കർത്താവിനറിയാം. നിങ്ങളെ വിറ്റ കാശ് പോലെ ഇടയിലുണ്ട്. അതുകൊണ്ട് ഞാൻ പറയണേ കേട്ടോ, നിങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ അപ്പനറിയാം. നമ്മളെ കൃത്യമായിട്ട് നമ്മുടെ അപ്പനറിയാം. എല്ലാം തന്നൊരു ഒറ്റണം പള്ളി വരില്ലെന്ന് ഉറപ്പാ. അതുകൊണ്ട് തരാത്ത വാട മക്കളെ, വാ തരാം തരാം. അതങ്ങനെയില്ലേ? അപ്പനെ ഗുണം കാണിക്കുന്ന, അപ്പനെ ബഹുമാനിക്കുന്ന എപ്പോഴാ? അപ്പന്റെ അടുത്ത് നമ്മൾ ചെല്ലുന്നത് ഉറപ്പുള്ളതുകൊണ്ടാ അപ്പൻ നമുക്ക് പല കാര്യങ്ങളും വാങ്ങിച്ചു തരാത്ത. ചെല്ലുമ്പോ നമ്മുടെ അപ്പൻ തരാം, നാളേക്ക് തരാം, 2 ദിവസം കഴിഞ്ഞ് തരാം, 3 ദിവസം കഴിഞ്ഞ് തരാം. ചിലപ്പോ പറ്റും, അന്ന് തന്നെ പറ്റും. എന്റെ കൊടുക്കാത്ത കിട്ടുന്ന ബഹുമാനം കിട്ടുന്നത് അത് പലപ്പോഴും കൊടുക്കാതിരിക്കുമ്പോഴാ. ശരിയല്ലേ? നിങ്ങൾ ഓർത്ത് നോക്കിയേ, തമ്പുരാൻ എല്ലാ കാര്യങ്ങളും തന്നെ നിങ്ങൾ പാതിയാണ് ഇവിടെ ഉണ്ടാവില്ല. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, നിങ്ങളെല്ലാവരും ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണോ ഈ സഭയിൽ എല്ലാ ദിവസവും എല്ലാ ഞായറാഴ്ച ആരാധനയ്ക്കും തന്നെ ആണോ? ഓ, അടുത്തിരുന്ന് തള്ളിക്കോട്ടെ, ഞാൻ അപ്പുറത്ത് കൊണ്ടുപോയി കൊടുത്തു കേട്ടോ.
നിങ്ങൾ ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണ് എല്ലാ ഞായറാഴ്ചയും ആരാധനയ്ക്ക് വരണേ? ആണോ? ആണോ? കാര്യങ്ങളടക്കാൻ ശരിയല്ലേ? എൻ്റെ അപ്പ എൻ്റെ കൊച്ചിന്റെ കല്യാണം നടക്കാനാ വന്നേക്കണേ അല്ലേ? കണ്ണീരൊഴുക്കി നമ്മൾ പ്രാർത്ഥിക്കണത് അതുകൊണ്ടല്ലേ? നിലവിളിച്ച് പ്രാർത്ഥിക്കുന്നത് അതുകൊണ്ടല്ലേ? എല്ലാ ദിവസവും ആരാധനയ്ക്ക് വരുന്നത് ദൈവത്തോടുള്ള സ്നേഹം കൊണ്ടാണോ? അല്ല. നമ്മൾ മണ്ടന്മാരണവേ. നമ്മുടെ കുഴപ്പമെന്നറിയോ? നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടി ആരാധനയ്ക്ക് വരും. പക്ഷെ നിങ്ങൾ എങ്ങനെയാ പ്രാർത്ഥിക്കണമെന്ന്? അങ്ങനെയല്ല പ്രാർത്ഥിക്കണ്ടേ. നിങ്ങൾ എപ്പോഴും ചിന്തി, നമ്മൾ മണ്ടന്മാരെ ശരിക്കും. നമ്മൾ പറയും, അച്ഛാ ദൈവമേ എൻ്റെ കല്യാണം നടക്കാൻ, ദൈവമേ എൻ്റെ കടബാധ്യത മാറിത്തരാൻ. നമ്മുടെ കുഴപ്പമെന്നറിയോ? നമ്മൾ അതിന് വേണ്ടിയിട്ടാ പ്രാർത്ഥിക്കണേ. നമ്മുടെ പ്രശ്നം അവിടെ തീർന്നു. പക്ഷെ അങ്ങനെയല്ല ശരിക്കും പ്രാർത്ഥിക്കണ്ടേ. ദൈവമേ നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ വന്നേക്കണേ. അങ്ങനെ പ്രാർത്ഥിച്ചു നോക്കിയേ. നിങ്ങൾ ദൈവത്തിന്റെ മുമ്പില് അവനോടുള്ള സ്നേഹത്തില് ആയിരുന്നിട്ട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കിയാൽ അതിന്റെ ഗുണം എന്നറിയോ? ഇപ്പൊ സിമ്പിൾ അതുകൊണ്ടാ പറയാ. ചേട്ടൻ വന്നേ. ചേട്ടൻ പേരുന്നോട്ടാ? രഞ്ജിത്ത്. നല്ല പേരാ കേട്ടാ, സുന്ദരനാ. നിനക്ക് രണ്ടുപേരും ഒരേപോലെ ഇരിക്കണല്ലോ കേട്ടാ. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ രഞ്ജിത്തേട്ടന് ഞാനും കേട്ടോ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. രഞ്ജിത്തേട്ടൻ എന്റെ കൂട്ടുകാരനാ. ഇവനെ എനിക്ക് ഒന്നിനു വേണ്ടിയിട്ടല്ല സ്നേഹിക്കണം. പക്ഷെ ഇവൻ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ കേട്ടോ. രഞ്ജിത്തേട്ടാ എന്റെ ബെസ്റ്റ് ഫ്രണ്ടാ. കാണുമ്പോഴല്ല. ഓക്കെ. അപ്പൊ രഞ്ജിത്ത് ഞാനും ബെസ്റ്റ് ഫ്രണ്ട്സ് ആണെന്ന് ചിന്തിക്കും. ഞങ്ങൾ ബെസ്റ്റ് ഫ്രണ്ട്സ്. നിങ്ങൾ ചിന്തിച്ചു നോക്കി. ഞാൻ രഞ്ജിത്തിനെ സ്നേഹിക്കുന്നതും കൊണ്ടു നടക്കുന്നതും എനിക്ക് ഒന്നിനും വേണ്ടിയിട്ടില്ല. രഞ്ജിത്ത് എന്റെ കൂട്ടുകാരനാ. എനിക്കൊരു പ്രശ്നം ഉണ്ടായ രഞ്ജിത്തെ ഇടപെടോ? എന്തുകൊണ്ട്? സ്നേഹമുള്ളതുകൊണ്ട്. എന്റെ കൂട്ടുകാരനായതുകൊണ്ട്. അതെ. ഞാൻ അന്ന് രഞ്ജിത്തിന്റെ അടുത്ത്, രഞ്ജിത്തെ എനിക്ക് എന്റെ കൊച്ചിന്റെ കല്യാണം വരാൻ മോന്, രഞ്ജിത്തെ എനിക്ക് ഇച്ചിരി പൈസ കടം വേണം. എന്റെ ഫ്രണ്ടൊന്നല്ല കേട്ടോ, എന്റെ ഫ്രണ്ടല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കുക. അച്ഛനൊരു സിമ്പിൾ എക്സാമ്പിളാ കാണിച്ചെന്നെ. നമ്മുടെ പ്രാർത്ഥനയുടെ വ്യത്യാസം അച്ഛൻ കാണിക്കാൻ പോണേ. നിങ്ങൾക്കത് മനസ്സിലാക്കുന്ന രീതിയിൽ കാണിക്കുന്നത് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. രഞ്ജിത്ത് എന്റെ കൂട്ടുകാരനല്ല. രഞ്ജിത്ത് ഇച്ചിരി പൈസ കടം കൊടുക്കുന്ന ആളാ. ചിന്തിക്ക്. പൈസ കടം കൊടുക്കുന്ന പലിശക്കാരൻ, മട്ടി പലിശക്കാരൻ. ചിന്തിക്ക്. രഞ്ജിത്ത് വട്ടിപ്പലിശക്കാരൻ. രഞ്ജിത്തിന്റെ അടുത്ത് എന്റെ കൊച്ചിന്റെ കല്യാണം വന്നേക്കാ. ഞാൻ വന്നേക്കാ. രഞ്ജിത്തെ എന്റെ കൊച്ചിന്റെ കല്യാണം എനിക്കില്ല കേട്ടോ, എന്നാലും പറഞ്ഞതാ. രഞ്ജിത്തെ എന്റെ കൊച്ചിന്റെ കല്യാണം നടക്കാ, ഇച്ചിരി പൈസ കടം തന്നേ. രഞ്ജിത്ത് വട്ടിപ്പലിശക്കാരനാ. പൈസ കടം തന്നു, ഞാൻ കൊണ്ടുപോയി കേട്ടോ. നമ്മുടെ പലപ്പോഴും പ്രാർത്ഥന ഇങ്ങനെയാണ്. അപ്പൊ കർത്താവിന് വട്ടിപ്പലിശക്കാരനാക്കിയോ എന്ന് ചോദിക്കരുത്. ഞാൻ സിമ്പിൾ ഉദാഹരണം കാണിച്ചത് നിങ്ങൾക്ക്. അതിനു വേണ്ടി പറഞ്ഞതല്ല. നിങ്ങൾ ചിന്തിച്ചു നോക്ക്. നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് തമ്പുരാന്റെ മുമ്പിൽ വരണേ. പക്ഷെ നിങ്ങൾ ചിന്തിച്ചു നോക്കേ, നമ്മള് അതൊക്കെ മാറ്റി വെച്ചിട്ട് വട്ടിപ്പലിശക്കാരനോ പലിശക്കാരനോ കാശിന് വേണ്ടിയിട്ട് ഒന്നുമല്ല. നിങ്ങൾ രഞ്ജിത്തിനെ എന്റെ സുഹൃത്തായിട്ട് കണ്ടു നോക്കിയേ. എന്റെ സുഹൃത്തത് ഇനി എന്റെ സുഹൃത്താ. രഞ്ജിത്ത് വേർക്കണ്ടല്ലോ. രഞ്ജിത്ത് നന്നായിട്ട് വിറയ്ക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ. രഞ്ജിത്ത് പ്രശ്നമുണ്ടോ? ഞാൻ പറഞ്ഞോണ്ട് ഒരു കുഴപ്പമില്ല കേട്ടോ. അപ്പൊ രഞ്ജിത്ത് എന്റെ നല്ല സുഹൃത്താന്ന് ചിന്തിച്ചു നോക്കേ. എന്റെ നല്ല സുഹൃത്താന്ന് ചിന്തിച്ചു നോക്കേ. എനിക്കൊരു പ്രശ്നം ഉണ്ടായ ആരിടപെടും? ഇടപെടും. ഇതാണ് പ്രാർത്ഥന. നമ്മുടെ കുഴപ്പമെന്നറിയോ? നമ്മൾ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ദൈവത്തിന്റെ മുമ്പിൽ വരണ്ടേ. അങ്ങനെയല്ല വരണ്ടേ. നിങ്ങൾ ദൈവത്തിന്റെ മുമ്പിൽ അവനോടുള്ള സ്നേഹത്തെ പ്രതിവാ. ഞാൻ രഞ്ജിത്ത് എന്റെ കൂട്ടുകാരനാന്ന് കൊണ്ടുനടക്ക. എന്റെ കൊച്ചിന്റെ കല്യാണം വരുമ്പോ ഞാൻ ചോദിച്ചില്ലെങ്കിലും രഞ്ജിത്ത് എന്നെ സഹായിക്കില്ലേ? കണ്ട, അതാണ് സ്നേഹത്തിന്റെ പ്രത്യേകത. നമ്മുടെ പ്രാർത്ഥന എന്നറിയോ? നമ്മളെല്ലാവരും പ്രാർത്ഥിക്കുന്നത് അച്ഛൻ ആദ്യം കാണിച്ചെന്ന രീതിയിലാ. ദൈവം എനിക്ക് അതുതാ ഇതുതാ അതുതാ ഇതുതാ അതുതാ ഇതുതാ അതുതാ ഇതുതാ അതുതാ ഇതുതാ. ഇത് കഴിക്കല് മാത്രമേ ഉള്ളൂ. ഇത് മാറ്റി വെച്ചിട്ട് ദൈവമേ എനിക്ക് നിന്നെ ഇഷ്ടമാ, എനിക്ക് നിന്നോട് സ്നേഹമാ, നീ എന്റെ കൂടെ നടക്ക്, നീ എന്റെ കൂടെ വാ, നിന്റെ അടുത്തിരിക്കും കുറച്ചു നേരം, കർത്താവിന്റെ അടുത്തിരിക്കും. അപ്പൊ കർത്താവ് നമുക്ക് വേണ്ടത് വേണ്ട സമയത്ത് കൃത്യമായിട്ട് തരും. ഡിഡ് യു അണ്ടർസ്റ്റാൻഡ്? മനസ്സിലായോ? മനസ്സിലായോ? ഇപ്പൊ ആരാധനയ്ക്ക് വരണത് നിങ്ങളുടെ കാര്യങ്ങൾ നടക്കാൻ വേണ്ടിയിട്ടാണോ? അല്ല, നിങ്ങൾ ദൈവത്തോടുള്ള സ്നേഹത്തെ പ്രതിവാ. അതുകൊണ്ട് നമ്മുടെ വളരെ സുന്ദരമായിട്ടൊരു വചനം പറഞ്ഞേ, നിങ്ങൾ ആദ്യം അവിടുത്തെ രാജ്യവും നീതിയും അന്വേഷിക്കിൻ, അതോടൊപ്പം ബാക്കിയുള്ളതൊക്കെ ഞാൻ തരാന്ന്. തമ്പുരാൻ പറയാ, നിങ്ങൾ ആദ്യം എന്റെ രാജ്യവും നീതിയും അന്വേഷിക്കണമേ, ബാക്കിയൊക്കെ ഞാൻ തരാന്ന്. മനസ്സിലായോ? മനസ്സിലായോ? ചെവിയുള്ളവൻ കേക്കട്ടെ. അപ്പൊ രഞ്ജിത്ത് പൊക്ക. രഞ്ജിത്തിന് നല്ലൊരു ഐഡിയ കൊടുത്തേ. ഞാൻ എന്തിനെന്ന് പറയുന്നറിയോ? മക്കളെ, നിങ്ങൾ ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും വരുമ്പോൾ ദൈവത്തോടുള്ള സ്നേഹത്തിൽ പ്രതിഭ, അവിടെ നിങ്ങളുടെ ജീവിതത്തിന് അനുഗ്രഹം ഉണ്ടാവും.
ഈ അബ്രഹാം എന്ന മനുഷ്യൻ ദൈവത്തിന്റെ മുമ്പിൽ കൊച്ചിന് വേണ്ടിയിട്ടല്ല പ്രാർത്ഥിച്ച, അവൻ ദൈവത്തോടുള്ള സ്നേഹത്തിലെ ജീവിച്ചേ. 100 വർഷം നോറ്റു, 100 വർഷം പ്രാർത്ഥിച്ചു. ദൈവമേ, എന്റെ പ്രതിസന്ധികളിൽ, എന്റെ വേദനകളില്, എന്റെ തലമുറ തോറും അനുഗ്രഹിക്കുന്നല്ല പറഞ്ഞേ, ഒന്ന് അനുഗ്രഹിക്കി. ഒത്തിരി കണ്ണീരോടെ പ്രാർത്ഥിച്ചു. ദൈവം ഒരു കൊച്ചിനെ കൊടുത്തു. അതിന് താഴെ വെച്ച ഉറുമ്പരിക്കും തലയിൽ വെച്ച പേനരിക്കലും എന്ന് വെച്ചുകൊണ്ട് ആ മനുഷ്യൻ അതിനെ സ്നേഹിച്ചു. സ്നേഹിച്ച് 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 കാക്കയ്ക്കും പൂച്ചയ്ക്കും കൊടുക്കാണ്ട് സ്നേഹിച്ച് വളർത്തി വലുതാക്കി ഒരു പരിവെത്തിച്ചു കഴിഞ്ഞപ്പോ തമ്പുരാൻ പറഞ്ഞു, നിന്റെ ആ കൊച്ചിന് എനിക്ക് വേണ്ടി യാഗബലി അർപ്പിക്കണം. നിങ്ങളാണെങ്കിൽ കൊടുക്കോ? വന്ന വഴിയെ കൊടുക്കില്ല എന്നോ? പുഷ്പേച്ചി എഴുന്നേറ്റല്ലേ? എത്ര പിള്ളേരുണ്ട്? 2 പേര്. പറഞ്ഞ കേക്കോ? ആര് പറഞ്ഞ കേക്കോ? എന്തോരെത്തി? വലുതായി. വലുതായെന്ന് വെച്ചാ കല്യാണം കഴിഞ്ഞു. എന്തായാലും കല്യാണം കഴിഞ്ഞോ? പുഷ്പേച്ചിനെ കണ്ടാ തോന്നൂലല്ലോ. സ്റ്റിൽ എങ്ങനെ എന്തെങ്കിലും ആട്ടെ. കല്യാണം കഴിഞ്ഞാലും പറഞ്ഞാലും കേൾക്കും. എന്റെ പൊന്നട തള്ളിയതല്ലേ? ആണോ? പിള്ളേരൊക്കെ ഇവിടുത്തെ പിള്ളേരെ പറഞ്ഞൊക്കെ കേക്കോ? രഞ്ജിത്തിന് എത്ര പിള്ളേരുണ്ട്? പറഞ്ഞ കേക്കോ? ഓ രഞ്ജിത്തെ സത്യം കേട്ടോ. എന്റെ പിന്നെ അപ്പൊ ഇത്ര നല്ല പിള്ളേർ ഇവിടുത്തെ പുഷ്പിച്ചിരുന്നോ? ഞങ്ങളുടെ നാട്ടിലും ജന്മത്ത് കേൾക്കാറുണ്ടായില്ല കേട്ടോ. ഞാൻ എപ്പോഴും പറയും, എൻ്റെ അടുത്ത് പല മാതാപിതാക്കളും വന്നിട്ട് പറയും, എൻ്റെ അച്ഛ പിള്ളേരൊന്നും പറഞ്ഞിട്ട് കേൾക്കണില്ല. ഞാൻ പറയും, അതാണ് സൂപ്പർ പിള്ളേര്. പറഞ്ഞ കേൾക്കാത്ത പിള്ളേരെ സൂപ്പർ പിള്ളേര് കേട്ടോ. എന്തെങ്കിലും വഴക്കോ പച്ചപ്പാടോ ബഹളോ ഉണ്ടാക്കണ പിള്ളേരെ നിങ്ങൾ വിളിച്ചോ സൂപ്പർ പിള്ളേരാ. ഏറ്റവും നല്ല എക്സാമ്പിൾ ആരാന്നറിയോ? ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നുണ്ടെങ്കിൽ അതിന്റെ പ്രധാനപ്പെട്ട ഒരു ഉദാഹരണം പറഞ്ഞത്. എന്തൊരു വഴക്കായിരുന്നു അറിയാം എൻ്റെ വീട്ടില്. സാധാരണ ഞങ്ങൾ ഈ സെമിനാരിൽ കൊണ്ടുവന്ന് 10-12 വർഷം സെമിനാരിൽ പോയി പഠിക്കണം കേട്ടോ. 12 വർഷം സെമിനാരിൽ പഠിക്കണം. ഞങ്ങൾ 35 പേരെ സെമിനാരിൽ ചേർന്ന്. 35 പേര്. സാധാരണ സെമിനാരി കൊണ്ടുവന്ന് വിട്ടാൽ, സെമിനാരി എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മനസ്സിലായി വിശ്വസിക്കുന്നു, അച്ഛനാകാൻ പഠിക്കുന്ന സ്ഥലമാണ് സെമിനാരി കേട്ടോ. ഞങ്ങൾക്ക് തന്നെ സെമിനാരി നോക്കിയത്. അപ്പോ ഞങ്ങളെ ഒരു 10-12 വർഷം സെമിനാരി പഠിക്കണം. അപ്പൊ ഞങ്ങളെ സെമിനാരിയിൽ കൊണ്ടുവന്നാക്കിയാൽ പിന്നെ കാണാൻ പറ്റുന്നത് ചിലപ്പോൾ 1 വർഷം കഴിഞ്ഞോ 6 മാസം കഴിഞ്ഞിട്ടേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് ഞങ്ങളൊക്കെ സെമിനാരി ചേരണേ. അപ്പൊ 10ാം ക്ലാസ്സിൽ ഒരു മകനെയോ ഒരു മകളെയോ വിട്ടു നിൽക്കുന്ന ഒരു അമ്മയുടെ അപ്പന്റെയും സങ്കടം ഞാൻ നിങ്ങളെ പറഞ്ഞറിയിക്കണ്ടല്ലോ. ഞാൻ നോക്കി കഴിയുമ്പോൾ അറിയോ, ഞങ്ങൾ 35 പേര് സെമിനാരി ചേർന്നപ്പോ 34 പേരുടെയും മാതാപിതാക്കൾ ഒടുക്കത്തെ കരച്ചില്. ഞാൻ നോക്കുമ്പോ എന്റെ തള്ള മാത്രം എന്നോട് പറയാ, പൊക്ക. ഞാൻ വിചാരിക്കും, ഈ തള്ളക്ക് കരച്ചിലൊന്നുമില്ലേ? എന്നെ കണ്ടിട്ടൊന്ന് വിട്ടിട്ട് 6 മാസം കഴിഞ്ഞിട്ടല്ലേ കാണാൻ പറ്റുള്ളൂ എന്നൊക്കെ അറിയാൻ പാടില്ലേ? എന്റെ തള്ള കരഞ്ഞില്ല. എന്നെ കാരണം അറിയോ? ഞാൻ പിന്നീട് മനസ്സിലാക്കിയേ, പുള്ളിക്കാരത്തേക്ക് എന്നെ കൊണ്ടും മതിയായിരുന്നു. എവിടെങ്കിലും പോയി നന്നാവട്ടെ എന്ന് വെച്ച് സെമിനാരി വിട്ടതാ. സത്യം പറഞ്ഞേ, ഞാൻ എപ്പോഴും പറയും, ഈ നല്ല ഈ എല്ലാം കേൾക്കുന്ന മക്കളെ നിങ്ങൾ സൂക്ഷിച്ചോന്ന് പറയുള്ളൂ. എല്ലാം കേൾക്കുന്ന മക്കളെ സൂക്ഷിച്ചോളണം. എല്ലാം കേൾക്കാത്ത, അത്യാവശ്യമൊക്കെ അപ്പനോടും അമ്മയോടും ഭയങ്കര ബഹുമാനമായിരിക്കും കേട്ടോ ഈ കേൾക്കാത്ത പിള്ളേർക്ക്. നിങ്ങൾ ഈ ചിന്തിച്ചു നോക്കിയേ, ഈ ഉഴപ്പന്മാരായിട്ട് ഇവിടെ ഏതെങ്കിലും ടീച്ചർമാരുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോ, ചോദിച്ചു നോക്കിയോ അവരോട്. ഉഴപ്പന്മാരായി പഠിച്ചവന്മാർക്കായിരിക്കും ടീച്ചർമാരോട് ഒടുക്കത്തെ സ്നേഹം. ഉഴപ്പില്ലാതെ നന്നായിട്ട് പഠിച്ചോണ്ട പിള്ളേർ ജന്മത്തെ ടീച്ചർമാരെ ഓർക്കൂല. ഉഴപ്പന്മാരായിട്ട് പഠിച്ചവര് അവർക്ക് തല്ല് കിട്ടി ക്ലാസ്സിന് പുറത്തിറക്കി ടീച്ചറായിട്ട് അഭേദ്യമായ ഒരു ബന്ധമായിരിക്കും. എല്ലാ ദിവസവും ക്ലാസ്സിന് പുറത്ത് തല്ല് കിട്ടുന്നല്ലേ. മറ്റവന്മാരാണെങ്കിൽ പഠിക്കാൻ മാത്രം വരുന്നതാ. ഇവന്മാർക്ക് നല്ലൊരു ബന്ധം ഉണ്ടാവും എപ്പോഴും. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ. ഞാൻ എപ്പോഴും പറയും, നമ്മുടെ നാട്ടിലൊരു പഴഞ്ചൊല്ലുണ്ട്, മിണ്ടാപ്പൂച്ച കാലം അടയ്ക്കും, സൂക്ഷിച്ചോ. എല്ലാം അനുസരിക്കുന്ന പിള്ളേരെ ഞാൻ പറയും സൂക്ഷിച്ചോളണോ. മറ്റേതെങ്ങളുണ്ടല്ലോ ഒരു ഗുണമെന്ന് അറിയോ, ഇതിങ്ങൾ തല്ലി കുറെ ഒക്കെ നന്നാവും. ഈ അഭിഗതി കാണിക്കുന്ന പിള്ളേർ വലുതരം ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. നിങ്ങളൊക്കെ വികൃതികളാണോ? ഒന്നും പറയാൻ പറ്റാത്ത അവസ്ഥ. ഇപ്പൊ വികൃതിയൊന്നും പറയാൻ പറ്റില്ല, നല്ലതാണെന്നും പറയാൻ പറ്റത്തില്ല. അച്ഛനിങ്ങനെ പറഞ്ഞു പോയില്ലേ. എന്തെങ്കിലും ആവട്ടെ, ഈ അബ്രാഹത്തിനോട് ദൈവം പറഞ്ഞു, നിന്റെ കൊച്ചിനെ എനിക്ക് വേണ്ടി ബലിയർപ്പിക്കണമെന്ന്. രഞ്ജിത്താണെങ്കിൽ കൊടുക്കോ? കൊടുക്കോ? ഇല്ല. ബെസ്റ്റ് തന്താ കൊടുക്കോ? ഇല്ല. ചേട്ടയുടെ പേരെന്നിട്ടാ നല്ല മധ്യസ്ഥ പ്രാർത്ഥന കേട്ടോ. സന്തോഷട്ടെ. ഓക്കെ. കൊടുക്കും. നിങ്ങൾ ആരെങ്കിലും കൊടുക്കോ? ആരെങ്കിലും കൊടുക്കൂലടവേ. ഞാനാണെങ്കിലും കൊടുക്കൂല. എനിക്കില്ല കേട്ടോ, പക്ഷെ കൊടുക്കില്ല. കാരണം എനിക്ക് പറ്റത്തില്ല. നിങ്ങൾ ചിന്തിച്ചു നോക്കി. കർത്താവ് പറയാ, നിന്റെ മോൻ എനിക്ക് യാഗബലി അർപ്പിച്ചു തന്നോന്ന്. എങ്ങനെ കൊടുക്കാൻ പറ്റും?
ആ മനുഷ്യന്റെ ചങ്കില് അതുപോലെ വിഷമം നിറഞ്ഞിട്ടുണ്ടാവും അല്ലേ? ഞാൻ എപ്പോഴും ഓർക്കാണ്ട്, ദൈവമേ എന്തുകൊണ്ട് നീ അങ്ങനെ ചോദിച്ചു. പക്ഷെ അബ്രഹാം എന്ന മനുഷ്യനെ നമ്മളൊക്കെ ചിന്തിപ്പിക്കുക. അവിടെ നിങ്ങൾ ചിന്തിച്ചോക്ക്, ആ മനുഷ്യനോട് ദൈവം പറഞ്ഞു, നിന്റെ മോനെ എനിക്ക് യാഗബലി അർപ്പിച്ചു തന്നെ. യാഗബലി അർപ്പിക്കാൻ എങ്ങനെയറിയോ? സ്വന്തം കൊച്ചിന്റെ നെഞ്ചത്തൊരു കടാര കൊണ്ട് കുത്തിയിറക്കി ആ ചോര കൊണ്ട് ബലിയർപ്പിക്കണോന്ന്. ഏതപ്പന പറ്റണത്? പക്ഷെ ഈ അബ്രഹാം എന്ന മനുഷ്യൻ ഇത് കേട്ടിട്ടും പിറ്റേ ദിവസം അല്ലെങ്കിൽ ആ കേട്ടിട്ട് കർത്താവിനോട് പറഞ്ഞ, കർത്താവേ എനിക്കൊരു 30 ദിവസം താ എന്റെ മോനെ സ്നേഹിക്കാൻ, എന്നിട്ട് ഞാൻ തരാം. പറഞ്ഞ സ്വന്തം ഭാര്യയോട് പറഞ്ഞ? ഇല്ല. വേറെ ആരോടെങ്കിലും പറഞ്ഞ? ഇല്ല. ഈ മനുഷ്യന്റെ വിശ്വാസം എന്ന് പറയുന്നതാ. ഈ മനുഷ്യൻ പിറ്റേ ദിവസം സ്വന്തം മോനെ എടുത്തോണ്ട് പോവാ ബലിയർപ്പിക്കാൻ. സ്വന്തം മോനെ കൊല്ലാൻ പോവാ ഈ മനുഷ്യൻ. ദൈവം പറഞ്ഞു കേട്ടോണ്ട് സ്വന്തം മോനെ ബലിയർപ്പിക്കാൻ കൊണ്ടുപോവാ. പോകുന്ന വഴിയിൽ ലോകത്തെ മുഴുവൻ ചങ്കുലയ്ക്കുന്ന ഒരു ചോദ്യം അപ്പനെ നേർക്കിട്ട് ഈ മകൻ ചോദിക്കുക. ചോദ്യത്തിലേ ഉള്ളൂ, അപ്പാ വെറുകുണ്ട്, തീയുണ്ട്, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയപ്പാ? അപ്പന്റെ ചങ്കെവിടെയാ? അബ്രാഹത്തിന്റെ ചങ്കെവിടെയാ? കണ്ണിൽ നിന്ന് വിറ്റിട്ട് വീഴുന്ന കണ്ണിനീർ തുള്ളി തുടച്ചിട്ട് അബ്രാഹം എന്ന മനുഷ്യൻ സ്വന്തം മോനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, ഇസഹാക്കിനെ ചേർത്ത് പിടിച്ചിട്ട് ഒറ്റ ഡയലോഗ് പറഞ്ഞോളൂ, പൊന്നു മോനെ ദൈവം തരൂടാ, ദൈവം തരൂടാ, ദൈവം തരൂടാ. എനിക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്തൊരു ഉത്തരവ്. ദൈവം പറയാ സ്വന്തം മോനെ കൊല്ലണോന്ന്, അബ്രഹാം പറയാ ദൈവം തരൂന്ന്. എന്തൊട്ട് വിശ്വാസമായിരുന്ന മനുഷ്യന്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളില് എത്ര വലിയ പ്രശ്നത്തിന് നടുവിൽ നിൽക്കുമ്പോഴും ചിലപ്പോൾ നമ്മൾ തന്നെ ചിന്തിക്കും, ദൈവത്തിന് കണ്ണില്ലേ, ദൈവത്തെ കാണണില്ലേ? അപ്പോഴും പറയാൻ പറ്റും അബ്രഹാത്തെ പോലെ ദൈവം തരൂന്ന്. അവിടെയാണ് അബ്രഹാത്തിന്റെ വിശ്വാസം നമ്മൾ ചോദ്യം ചെയ്യേണ്ടത്. പിന്നെയും കയറിപ്പോവാ, മോറിയ മലയുടെ അറ്റത്തെത്തി, ബലി തുടങ്ങാൻ സമയമായി. അപ്പോഴും മകന് സംശയ. സ്വന്തം അപ്പന്റെ കരങ്ങളിൽ പിടിച്ചു വലിച്ചിട്ട് അബ്രാഹത്തിന്റെ മുഖത്ത് നോക്കി ഇസഹാക്ക് എന്ന മകൻ ചോദിച്ചു, പൊന്നപ്പാ ഒന്ന് പറയപ്പാ, ബലി തുടങ്ങാൻ സമയമായപ്പാ, ബലിക്കുള്ള കുഞ്ഞാട് എവിടെയാ? അപ്പന്റെ ചങ്കെവിടെയാ? കണ്ണിൽ നിന്ന് മിറ്റിട്ട് വീഴുന്ന കണ്ണിനീർ തുള്ളി തുടച്ചിട്ട് അബ്രഹാം അപ്പൻ സ്വന്തം മകനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട് ഒറ്റ ഡയലോഗ് പറഞ്ഞോളൂ, ബലി തുടങ്ങാൻ സമയമായിട്ടാ. അപ്പോഴും പറയാ ദൈവം തരൂന്ന്. സ്വന്തം മകനെ കൊല്ലേണ്ടി വന്നാലും ദൈവവിശ്വാസം ഏറ്റുപറയാൻ വിശ്വാസം കാണിച്ചൊരു മനുഷ്യനാണ് അബ്രഹാം. അതുകൊണ്ടാ ദൈവത്തെ അബ്രഹാത്തിന്റെ ദൈവം എന്ന് വിളിച്ചേ. പിന്നീട് ചരിത്രമൊക്കെ നിങ്ങൾക്കറിയാം, ആ മകനെ ദൈവം തിരിച്ചു കൊടുത്തു. എനിക്ക് നിങ്ങളോട് പറയാനുള്ളതെന്നറിയോ? ജീവിതത്തിന്റെ ഏത് പ്രതിസന്ധിയിലും സങ്കടത്തിലും ചിന്തിച്ചോളാം, എന്റെ തമ്പുരാൻ എനിക്ക് തരും. ജീവിതത്തിൽ എന്ത് വന്നാലും തരും. ചിലപ്പോൾ നിങ്ങൾ ചിന്തിക്കും, ദൈവമേ ഇത് നീ അറിഞ്ഞിട്ടല്ലേ തന്നെ? എന്റെ ജീവിത പങ്കാളി ഒത്തിരി പ്രശ്നത്തിലൂടെയാ ജീവിതം പോണേ. എന്ന് മദ്യപാനം കുടിക്കോ? ഇല്ലേ? കുടിക്കത്തൊന്നുമില്ല. എന്തൊരു വിശുദ്ധമായ ആനക്കൂടെ ഒക്കെ വിശുദ്ധന്മാരാണല്ലേ. കുടിക്കത്തില്ലെന്ന് ഒരു ചേട്ടൻ. ഓ കേട്ടാ, നിങ്ങൾ ചിന്തിച്ചോക്കെ. നിങ്ങൾ വിചാരിച്ചിട്ടുണ്ടോ പ്രാർത്ഥിച്ച ഒരാളെ കിട്ടിയതാ, എന്നിട്ട് എന്ത് ഇങ്ങനെ ഒത്തിരി നേർച്ച നേർന്ന് കിട്ടിയതാ, ഒത്തിരി തമ്പുരാന്റെ മുമ്പിൽ കണ്ണീരൊഴുക്കി പ്രാർത്ഥിച്ചതാ, എന്നിട്ട് എന്തിങ്ങനെ? നിങ്ങൾ ചിന്തിച്ചോളണം, ദൈവം അനുവദിച്ച ഒരു സഹനമാണെങ്കിൽ അതിനപ്പുറം ദൈവം തരാൻ എന്തോ മാറ്റി നിർത്തിയിട്ടുണ്ട്. എപ്പോഴും ചിന്തിച്ചോളണം, ദൈവം എന്തോ മാറ്റി വെച്ചിട്ടുണ്ട് അതിനേക്കാൾ അപ്പുറം തരാൻ. വളരെ ഉയർത്തിപ്പറ ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ജീവിതത്തിന്റെ സങ്കടത്തിൽ ഏത് പ്രശ്നത്തിന്റെ നടുവിലും നിങ്ങൾ ചിന്തിച്ചോളണം, ആര് എന്റെ കൂടെയുണ്ട്? ദൈവം എന്റെ കൂടെയുണ്ട്. ആ ദൈവം എനിക്ക് വേണ്ടത് തരും. കേട്ടോ, വേണ്ടത് തരും, ദൈവം തരും. അതാണ് അബ്രാഹത്തിന്റെ വിശ്വാസം നമ്മളെ പഠിപ്പിക്കണേ. അപ്പൊ എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? ഉച്ചത്തിൽ പറഞ്ഞേ, എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? തേങ്ങപ്പുഴുക്ക് പോലെ ഇരിക്കാതെ ഉത്തരങ്ങും പറ. വിശ്വസിച്ച, സ്നേഹിച്ച, കൂടെ നിൽക്കണ ദൈവമാണ് അബ്രാഹം. സ്ത്രീകളും ഇണ്ടാതെ തന്നെ, പുരുഷന്മാരെ മാത്രം പറഞ്ഞു. എന്താണ് അബ്രാഹത്തിന്റെ ദൈവം? ദൈവമാണ് അബ്രാഹത്തിന്റെ ദൈവം. കേട്ടോ, ഇനി അടുത്തത് ഇസഹാക്കിന്റെ ദൈവം. കേട്ടോ, ഇസഹാക്കിന്റെ ദൈവം ആരായിരുന്നു? ഇസഹാക്ക്. എന്റെ മക്കളെ ശ്രദ്ധിക്കുന്നില്ലെന്ന് തോന്നരുത് കേട്ടോ. നിങ്ങൾക്ക് എന്നെ കാണാൻ പറ്റല്ലേ? അവിടെ നിൽക്കണോ? ആ വേണ്ട, അത് കാണും. സ്നേഹമുള്ള പിള്ളേർ അപ്പം തന്നെ ഓടിച്ചു. കേട്ടോ, വേണ്ടെന്ന് പറഞ്ഞു. എന്താണ് ഇസഹാക്ക്? ആരായിരുന്നു? അല്ല, എന്താണ് ഇസഹാക്ക്? ആരായിരുന്നു ഇസഹാക്ക്? അബ്രാമിന്റെ മോനായിരുന്നു ഇസഹാക്ക്. കേട്ടോ, എന്തുകൊണ്ടാ ദൈവത്തെ ഇസഹാക്കിന്റെ ദൈവം എന്ന് വിളിച്ചേ? ഉത്തരം പിടിച്ചോ, നാളെ വരുമ്പോ ചോദിക്കും. ഹോംവർക്ക് ഉണ്ട് കേട്ടോ. ഒരു കാര്യം പഠിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്, രണ്ടാമത്തെ കാര്യം പഠിക്കാൻ പഠിച്ചിട്ടുണ്ട്. നാളെ വരുമ്പോ ഇവിടെ വിളിച്ചോണ്ട്
ഞാൻ തരാം കേട്ടോ. എന്താണ് ഇസ്ഹാക്കിന്റെ ദൈവം? ഉത്തരം പിടിച്ചോ. എൻ്റെ ജീവിതത്തിൽ പറ, ഉച്ചത്തിൽ പറ. എൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസ്ഹാക്കിന്റെ ദൈവം. ഉച്ചത്തിൽ പറ. എൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസ്ഹാക്കിന്റെ ദൈവം. നിങ്ങൾ മാത്രം പറ. എൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസ്ഹാക്കിന്റെ ദൈവം. ഒന്നുകൂടി പറഞ്ഞു. എൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ്. ഇന്നെ മോളോ സുന്ദരി കേട്ടോ. പേരൊന്നുട്ടാ ഏഞ്ചൽ. ഏഞ്ചലിനെ പോലെ ഇരിപ്പുണ്ട് കേട്ടോ. ഇനി പറ, എന്തുട്ടാ ഇസ്ഹാക്കിന്റെ ദൈവം? എൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസ്ഹാക്കിന്റെ ദൈവം. സൂപ്പർ കേട്ടോ. ഏഞ്ചൽ മോള് നല്ല മോളെ. പൊക്കോ. നീ പറയോ? പറയോ? പറയില്ല. കുഴപ്പമില്ല കേട്ടോ. നീ പറയോ? ഇവിടെ വാ. നീ പേരൊന്നുട്ടാ? ആശിഷേ പറ. എൻ്റെ ജീവിതത്തിൽ കൃത്യമായി ഇടപെടുന്ന കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസ്ഹാക്കിന്റെ ദൈവം. സൂപ്പർ. നീ വന്നടാ. നീ വാ. ആശിഷ് അല്ലേ? ആശിഷ് വാ. എന്റെ പേരൊന്നുട്ടാ? ജസ്വിൻ. നല്ലോണം മുടിയുണ്ടല്ലോ. ചട്ടി കമത്തിയ പോലെ ഉണ്ട് കേട്ടോ. ജസ്വിനെ പറ. ജസ്വിൻ നല്ല സുന്ദരന കേട്ടോ. നല്ല ഭംഗിയുണ്ട്. ഇത് പെങ്കൊച്ചങ്ങളൊക്കെ നിന്നെ നോക്കണ്ട്. ഓക്കെ, ജസ്വിൻ പറ. എന്റെ ജീവിതത്തിൽ കൃത്യമായി കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസ്ഹാക്കിന്റെ ദൈവം. നീ എത്രയിലാ പഠിക്കണേ? 8ൽ. നന്നായിട്ട് പഠിക്കണം കേട്ടോ. ഓക്കെ പൊക്കോ. നീ വന്നേടാ. പേരൊന്നുട്ടാ? നിവേദ്. 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 നിവേദനം പറ്റല്ലോ നിനക്ക്. നിവേദ് കേട്ടോ. നിവേദേ. എന്താണ് ഇസ്ഹാക്കിന്റെ ദൈവം? എന്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസ്ഹാക്കിന്റെ ദൈവം. സൂപ്പർ കേട്ടോ. നീ സുന്ദരനാ. പൊക്കോ. എന്തെങ്കിലും ആവട്ടെ. അപ്പൊ എന്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസ്ഹാക്കിന്റെ. മോളെ സ്പെക്സ് വെച്ച മോളെ, യു സ്റ്റാൻഡ് അപ്പ്. എന്താണ് എന്താണ് ഇസ്ഹാക്കിന്റെ ദൈവം? വാട്ട്സ് യുവർ നെയിം? ഗ്രീഷ്മ. ഗ്രീഷ്മ എന്നല്ലേ? ലിഷ്മേ. ലിഷ്മ. ലിഷ്മേ സുന്ദരിയാ കേട്ടോ. പറ ലിഷ്മ, എന്താണ് ഇസ്ഹാക്കിന്റെ ദൈവം? എൻ്റെ ജീവിതത്തിൽ കൃത്യസമയത്ത് ഇടപെടുന്ന ദൈവമാണ് ഇസ്ഹാക്കിന്റെ ദൈവം കേട്ടോ. ഇരുന്നോ. ജീവിതത്തിൽ എപ്പോഴും ഓർത്തോളം കൃത്യസമയം. ഈ കൃത്യസമയം എന്ന് പറയുന്നത് ആരുടെ സമയാ? ദൈവത്തിന്റെ സമയം. നമ്മുടെ സമയമാണോ? അല്ല. ജീവിതത്തിൽ എപ്പോഴും ഓർത്തോളം നമ്മുടെ സമയമല്ല. ദൈവത്തിനൊരു സമയമുണ്ട് എല്ലാ കാര്യത്തിനും. ആ സമയത്തെ തരൂ. നിന്റെ കൊച്ചിന്റെ കല്യാണം ദൈവം തീരുമാനിച്ചൊരു വയസ്സുണ്ട്, അപ്പോഴേ നടക്കൂ. നിനക്കൊരു കൊച്ചുണ്ടാകണമെന്ന് ദൈവം തീരുമാനിക്കുന്ന ഒരു സമയമുണ്ട്, അപ്പോഴേ കിട്ടൂ. നിന്റെ കടബാധ്യത മാറണമെന്ന് ദൈവം വിചാരിക്കുന്ന ഒരു നേരമുണ്ട്, അപ്പോഴേ തരൂ. മനസ്സിലായോ? നമ്മുടെ സമയമാണോ? അല്ല, ദൈവത്തിന്റെ ഒരു സമയമുണ്ട്. അതാണ് കൃത്യസമയം. നിങ്ങൾ ചിന്തിച്ചോക്കെ. ലാസറിന്റെ കുഴിമാടത്തില് അവൻ നല്ലൊരു കൂട്ടുകാരനായിരുന്നു. ആര്? ലാസറിന്റെ കൂട്ടുകാരനായിരുന്നു. ആര്? ഈശോ. മരിക്കാൻ നേരത്ത് വന്ന? ഉത്തരം പറ. ഇല്ല. മരണം കഴിഞ്ഞിട്ടാ പുള്ളി വന്നെ. ആര്? ഈശോ. ഞാനാണെങ്കിൽ 2 പൊട്ടികളോട് തന്നെ. കൂട്ടുകാരൻ മരിക്കാൻ കിടന്നിട്ട് ആ നേരത്തെ വരാണ്ട് 2 ദിവസം കഴിഞ്ഞിട്ട് വരാ. മറുത്ത് ചോദിക്കുന്ന ഒരു ഡയലോഗ് ഉണ്ട്. ആ സ്ഥാനത്തൊരു ചോദ്യം ചോദിക്കണേ. കർത്താവ്, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ മരിക്കില്ലായിരുന്നു. എന്നിട്ട് എന്തിനിപ്പോ വന്നേ? ചോദ്യതാണ്. ബൈബിളായതുകൊണ്ട് നല്ല ഭാഷ പറഞ്ഞേ. ഞാനൊക്കെ നീ വേറെ എന്തെങ്കിലും പറഞ്ഞല്ലോ. എന്തെങ്കിലും ആവട്ടെ. എന്തിനിപ്പോ വന്നേ? കർത്താവിന്റെ ഡയലോഗ്. കർത്താവ് നീ മിണ്ടില്ല. നേരെ കല്ലറയിച്ചില്ല. പിന്നീടാണ് അവിടെ നടക്കണ അത്ഭുതം. നിങ്ങൾ ചിന്തിച്ചോക്കെ. അവൻ കല്ലറയിൽ ചെന്നിട്ട് പറഞ്ഞു, ലാസറേ, മോനെ, കൂട്ടുകാരാ, വാ. കല്ലറ കഴിഞ്ഞ് കയറി എഴുന്നിട്ടൊന്നും പറയണേ.
നിങ്ങൾ ചിന്തിച്ചു നോക്കേ, സിമ്പിളായിട്ട് ഞാൻ പലപ്പോഴും ചിന്തിച്ചാണ്, എന്റെ കർത്താവേ, നീ കൂട്ടുകാരനായിട്ട് അവന്റെ മരണത്തിന്റെ വക്കിലെത്തിയിട്ട് നീ എന്താ പോവാഞ്ഞേ? മരണം കഴിഞ്ഞിട്ടല്ലേ പോയേ? 2 ദിവസം കഴിഞ്ഞിട്ടല്ലേ പറഞ്ഞേ? നാട്ടുകാർ മുഴുവൻ ചിന്തിക്കില്ലേ, ഇത്രയേറെ പ്രാർത്ഥിച്ചിട്ട് ഇതുപോലെ ഈശോയുടെ കൂടെ നടന്നിട്ട് എന്ത് ഇടപെടാതെന്ന് നാട്ടുകാർ ചിന്തിക്കില്ലേ? എനിക്ക് ഒരിക്കലും തമ്പുരാൻ പറഞ്ഞൊരു ഉത്തരം ഉണ്ടെന്നറിയോ? ഉത്തരത്തിലേ ഉള്ളൂ. നിങ്ങൾ ചിന്തിച്ചു നോക്കേ, ഒരു വ്യക്തിയെ രോഗത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണോ മരണത്തിൽ നിന്നും ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്നതാണോ ഏറ്റവും വലിയ അത്ഭുതം? ഉത്തരം പറ. മരണത്തിൽ നിന്ന് ജീവിതത്തിലേക്ക് കൊണ്ടുവന്ന അത്ര വലിയ അത്ഭുതം ആർക്ക് വേണ്ടി അവൻ മാറ്റിവെച്ചു? സ്വന്തം കൂട്ടുകാരന് വേണ്ടി മാറ്റിവെച്ചു. ഞാൻ എപ്പോഴും പറയും, ചില കാര്യങ്ങൾ ദൈവം തരാൻ ലേറ്റ് ആവുന്നത് നമ്മുടെ കണ്ണിലട്ടാ. ചില കാര്യങ്ങൾ ദൈവം തരാൻ ലേറ്റ് ആവുന്നത് നല്ലത് തരാൻ വേണ്ടിട്ടാ. ചില കാര്യങ്ങൾ ദൈവം തരാൻ ലേറ്റ് ആവുന്നത് നല്ലത് തരാൻ വേണ്ടിട്ടാ. നീ എപ്പോഴും ഓർത്തോണം, നീ ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, ദൈവമേ ദൈവമേ അത് അത് ഇത് അത് ഇത് ഇത്. ദൈവം ഓർത്തോളണം, ദൈവം വെച്ചിട്ടുണ്ടടവേ, വെച്ചിട്ടുണ്ടെന്ന് ഇതിനേക്കാളും നല്ലത് തരാൻ. നിങ്ങൾ കാനായിലെ കല്യാണ വീടൊക്കെ അവിടെ വീഞ്ഞു തീർന്നു പോയി. ദൈവം ചെന്നേക്കാ, മറിയം പറഞ്ഞു, മോനെടാ വീഞ്ഞില്ലടാ, മാറ്റിവെച്ചേക്കാ തമ്പുരാന്റെ അത്ഭുതത്തിന് വേണ്ടി. നിങ്ങൾ ചിന്തിച്ചോളണം, ചില കാര്യങ്ങൾ ദൈവം ലേറ്റ് ആക്കുന്നത് നല്ല തരാൻ വേണ്ടിട്ടാ. വലതരം ഉയർത്തി പറഞ്ഞു ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ഓർത്തോളണം, എന്നോട് ഒരിക്കലും ഒരു പെങ്കൊച്ച് പറഞ്ഞൊരു കാര്യമാണ്, എന്റെ പൊന്നച്ച, അച്ഛനെ എവിടെയെങ്കിലൊക്കെ ധ്യാനിപ്പിക്കാൻ പോകുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. എന്തുകൊണ്ടെന്നറിയോ? നമ്മുടെ ഇന്ന് യുവതിവാക്കൾ പലരും പള്ളി വരാത്തതിന്റെ കാരണം എന്നറിയോ? എന്റെ പൊന്നോ, ഇന്ന് പിള്ളേർക്കൊക്കെ പള്ളി വരണം ആഗ്രഹിക്കുന്നുണ്ട് യുവതിവാക്കൾക്ക്. അതെങ്ങനെയാ? പള്ളി വാങ്ങുമ്പോ തന്നെ ഒരു ചോദ്യം വരും. എന്നിട്ടെന്നറിയോ? ഞങ്ങളുടെ നാട്ടിൽ ചോദിക്കുന്ന ചോദ്യമാണ്, ഈ മുന്താണിയും പൊതച്ചോണ്ട് ആ മുന്താണിയുടെ ഒരു അറ്റം വായിലിട്ടോണ്ട് ചോദിക്കും, ഒന്നായില്ലടി, ഒന്നായില്ലടി. എന്നിട്ടായില്ലെന്നാ അപ്പൊ പഠിച്ചിറങ്ങിയിട്ടുള്ളെങ്കിൽ യുവതിവാക്കൾ വന്ന് സഭയിൽ വന്ന് പ്രാർത്ഥിക്കുമ്പോഴേക്കും ഒരു ചോദ്യം വരും, ഒന്നായില്ലടി, എന്നിട്ടായില്ലെന്ന്, എന്നിട്ടായില്ലേന്ന്, ആ ജോലി ആയില്ലേന്ന്. വീട്ടുകാർക്കില്ല കുഴപ്പം, അപ്പനമ്മയ്ക്കില്ല കുഴപ്പം, നാട്ടുകാർക്കും പള്ളിക്കാർക്കാ കുഴപ്പം. ഒന്നായില്ലേ, ഒന്നായില്ലേ, ഒന്നായില്ലേ. ഞാൻ അറിയാണ്ട് അങ്ങനെ ഒരു ജോലി കിട്ടിയാലാ അപ്പോഴും ചോദിക്കും, ഒന്നായില്ലേ, ഒന്നായില്ലേ. എന്തായില്ലേന്ന്? ആ കല്യാണം, നീ കല്യാണം കാണാൻ കഴിഞ്ഞാലാ അപ്പോഴും ചോദിക്കും, ഒന്നായില്ലേ, ഒന്നായില്ലേ. എന്തുട്ട് കൊച്ച് ഒരു കുഞ്ഞുള്ളെങ്കിലാ അപ്പോഴും ചോദിക്കും, ഒന്നായില്ലേ, ഒന്നുള്ളൂ. ഞാൻ വിചാരിക്കും, ഇതൊക്കെ നിങ്ങൾ എന്തിനന്വേഷിക്കണമേ? എടവേ, ഈ ജീവിതത്തില് ഈ ലോകത്ത് ജീവിക്കുന്നവർക്കൊക്കെ അറിയാം, മക്കൾ ഉണ്ടാക്കണമെന്നും കല്യാണം കഴിക്കണമെന്നും ജോലിക്ക് പോകണമെന്നും ഒക്കെ അറിയാം. നിങ്ങളായിട്ട് ചോദിക്കണ്ട. അതെങ്കിലും ചില ചോദ്യങ്ങളുണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ അല്ലേ. നല്ല തടിയുള്ളവരോട് ചോദിക്കും, എന്നാ തടിയാടാ. ചിലപ്പോൾ നിങ്ങൾ ഒന്നും കഴിക്കേണ്ടാവില്ല, ഗ്യാസ് ആയിരിക്കും. പച്ചവെള്ളം കുടിച്ച വണ്ണം വയ്ക്കുന്നവരുണ്ട്. എനിക്ക് ഭക്ഷണത്തിന് കാര്യം പറയട്ടെ, എനിക്ക് തടിയുള്ളവരെ ഭയങ്കര ഇഷ്ടമാണ്. തടിയുള്ളവരെ, നിങ്ങൾ ഈ തടിയുള്ളവരെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? എന്ത് സുഖാന്ന് പറയും. ഈ എൻ്റെ ഇടവകയിലൊരു ചെക്കനുണ്ട്, ഭയങ്കര തടിയാ. ഞാൻ പറയും, എൻ്റെ ഒക്കെ വന്നടാ ചോക്കൂട്ട. ചോക്കൂട്ടൻ വന്നൊരു കെട്ടിപ്പിടുത്തോണ്ട് എൻ്റെ പൊന്നോ, ഈ മേഘം വന്ന് പൊത്തിയ പോലെ നമ്മളെ ഭയങ്കര തലവണയുടെ അടുത്ത് നമ്മളിങ്ങനെ കിടക്കണ പോലെ അപ്പൊ ഒന്ന് കഴിവ്. എന്തൊരു സുഖാന്നറിയോ? നിങ്ങൾ ഈ ഈർക്കിളി പോലെയൊക്കെ തന്നെ കെട്ടിപ്പിടിച്ചിട്ടുണ്ടോ? ഓ എൻ്റെ പൊന്നോ, ഒന്നും തോന്നില്ല നമുക്ക്. ഈ കാരികുമ്പോ കെട്ടിപ്പിടിച്ച പോലെയാ, ഒരു സുഖമില്ല കേട്ടോ. ഇച്ചിരി വണ്ണുള്ളവരൊക്കെ നല്ലത്. ഈ നിങ്ങൾ ഈ പല കാര്യങ്ങളും ജീവിതത്തിൽ പലരോട് ചോദിക്കാൻ പാടില്ല. ചില ചോദ്യങ്ങൾ ചോദിക്കരുത്. നിങ്ങൾ ഓർത്തോക്കെ, ഇടവേ നിങ്ങൾ എന്തിനാ ചോദിക്കണേ? മക്കളില്ലാത്തവരോട് മക്കളെ കുറിച്ച് ചോദിക്കരുത്. നിങ്ങൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചോ? നാട്ടുകാരും വീട്ടുകാരും ഒക്കെ ചോദ്യ, മക്കളായില്ലേ, 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 മക്കളായില്ലേ. ഇടവേ, അവരുടെ പ്രശ്നം നിങ്ങൾക്കറിയോ? ഇനി ഒരു ജോലി ആവാത്തവനോട് ജോലിയായില്ലേ, 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 ജോലിയായില്ലേ. ഇടവേ, തെണ്ടി അടക്കാൻ നിങ്ങൾ ജോലിക്ക് വേണ്ടി നിങ്ങളായിട്ട് നിങ്ങൾ വിഷമിപ്പിക്കില്ലേ? അത് നിങ്ങൾ വന്ന് പ്രാർത്ഥിച്ചോട്ടെ. ഇനി നാളെ തൊട്ട് ആനക്കോട് ആനക്കോടല്ലേ, എന്ത് കോടെങ്കിലും ആവട്ടെ, ഈ കോട്ടില് അല്ല ഈ കോടില് ഇനി ഇങ്ങനെ ചോദ്യം ഉണ്ടാവോ? ചോദിക്കോ? ഇവിടെ അങ്ങനെ ചോദ്യം ചോദിക്കാറുണ്ടോ? കടകട്ട. എനിക്ക് പറയാനുള്ള ചില ചോദ്യങ്ങൾ ചോദിക്കരുത്. മക്കളില്ലാത്തവരുടെ മക്കളെ കുറിച്ച് ചോദിക്കരുത്. വിവാഹം നടക്കാത്തവരുടെ വിവാഹത്തെ കുറിച്ച് ചോദിക്കരുത്. എന്റെ പൊന്നോ, കഴിഞ്ഞ ദിവസം ഒരു ചെറുക്കൻ വന്നിട്ട്, എന്റെ അച്ഛ ഒരു കമ്പുമ്പ
ഒരു സാരി ചുറ്റിട്ടാണെങ്കിൽ ഞാൻ കെട്ടിക്കോളാം. ഒരു പെണ്ണിനെ കെട്ടണ്ടേ? സത്യല്ലേ പറയണേ? ഒരു പെൺകൊച്ചിനെ കെട്ടണമെങ്കിൽ അന്ന് ചെറുക്കന്മാർക്ക് ഇവിടെ അങ്ങനെ ഉണ്ടോ? ആണുങ്ങൾക്ക് ഇന്ന് ആണുങ്ങൾ കല്യാണം കഴിക്കാത്തവർ കൂടി വരിക കേട്ടോ. ഇവിടെ ഇരിക്കുന്ന യുവാക്കന്മാരെ നേരത്തൊക്കെ കെട്ടിക്കൊള്ളണം. എങ്ങോട്ട് ഒന്നും പറയണ്ട, പോട്ടെ. പെൺകുട്ടികൾക്കാണെങ്കിൽ ഒട്ടുക്കത്തെ ഡിമാൻഡ്. ഡിമാൻഡൊക്കെ കേട്ട് കഴിഞ്ഞ ദിവസം ഒരു പെൺകുട്ടി പറയാ, ഒറ്റ മോനാണെങ്കിൽ ഞാൻ കെട്ടത്തില്ല. ഞാൻ ചോദിച്ചാൽ എന്തേടി? അപ്പനമ്മേനെ നോക്കണ്ടേ? ഇളയ മോനാണെങ്കിൽ കെട്ടത്തില്ല. ഞങ്ങളുടെ നാട്ടിൽ ഇളയ മക്കളാ അപ്പനമ്മേനെ നോക്കണ്ടേ? കെട്ടത്തില്ല. എന്തേടി? അപ്പനമ്മേനെ നോക്കണ്ടേ? പിന്നെ വീട് വേണം, കാർ വേണം, 4 ലക്ഷം ശമ്പളം വേണം. ഈയിടെ ഇതൊക്കെ നോക്കിയിട്ട് കല്യാണം കഴിച്ചാ നിങ്ങൾ ആ വീട്ടിൽ പോയി കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങോ? ഞാൻ എപ്പോഴും കല്യാണം കഴിക്കാൻ പോണ ചെറുക്കന്മാരോടും യുവതികളോടും പറയുന്ന കാര്യം എന്നറിയോ? നിങ്ങളെ മനസ്സിലാക്കുന്ന ഒരാളെ കല്യാണം കഴിക്കും. നിങ്ങളെ സ്നേഹിക്കുമെന്ന് ഉറപ്പുള്ള ഒരാളെ കല്യാണം കഴിക്കും. അല്ലാണ്ട് ഇച്ചിരി പൈസ ഉണ്ടെന്ന് വെച്ചാൽ കെട്ടി കഴിഞ്ഞിട്ട് അവിടെ ചെല്ലുമ്പോ പൈസമേ കിടന്നുറങ്ങോ? എടാ, ഒരു ചമ്മന്തി ആണെങ്കിൽ ഇച്ചിരി ചോറിന്റെ കൂടെ ചമ്മന്തി കൂട്ടി സമാധാനത്തോടെ കിടന്നുറങ്ങാം. അതിനെ നീ എന്തുട്ടൊക്കെയെന്നറിയോ? ഞാനൊന്നും പറയണില്ല. ഞാൻ ഈ മാരേജ് കോഴ്സിന് ക്ലാസ് എടുക്കുന്നതുകൊണ്ട് ഞാനൊന്നും മിണ്ടാത്ത, അല്ലെങ്കിൽ ഞാൻ തന്നേനെ. നേരമില്ല, പോണ നേരം, അതുകൊണ്ട് പറയാത്ത. അപ്പൊ നിങ്ങളെ മനസ്സിലാക്കുന്നവരെ കല്യാണം കഴിക്കും. ഈ കാര്യം പറയാം, നിങ്ങളുടെ ജീവിതത്തിൽ എപ്പോഴും ചിന്തിക്കും, ഈ ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കല്ലേ. അവർ പള്ളി വന്നോട്ടെ, പ്രാർത്ഥിച്ചോട്ടെ. നിങ്ങൾക്ക് ഒരാളുടെ സങ്കടത്തെ കുറിച്ച് അറിയുന്നുണ്ടെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ മതി. വണ്ണമുള്ളവരുടെ വണ്ണത്തെ കുറിച്ച് ചോദിക്കരുത്. ചോദിക്കോ? ഈ ആനക്കോട് ചോദിക്കരുത്. മക്കളില്ലാത്തവരുടെ മക്കളെ കുറിച്ച് ചോദിക്കോ? ഇല്ല. ജോലിയില്ലാത്തവരുടെ ജോലിയെ കുറിച്ച് ചോദിക്കോ? ഇല്ല. സ്വന്തം അപ്പനമ്മയൊക്കെ ചോദിച്ചോട്ടോ. നാട്ടുകാർ ചോദിക്കേണ്ടത് മതി, പള്ളിക്കാരും. വെറുതെ ഉയർത്തി പറ ഹല്ലേലൂയ, ഹല്ലേലൂയ. അതിന് കാര്യത്തിലേക്ക് വരാം. നിങ്ങൾ ചിന്തിക്കണമെന്നറിയോ? ഈ കൃത്യസമയത്ത് ഇടപെടുന്ന ഒരു ദൈവമുണ്ട് നമ്മുടെയൊക്കെ ജീവിതത്തിൽ. ഏത് പ്രശ്നത്തിലും ചിന്തിച്ചോളണം, ദൈവം ഇടപെട്ടോളും. നീ ദൈവത്തിന്റെ മുന്നിൽ ഇരിക്കി. ചിലപ്പോൾ സമയമെടുക്കും, ചില കാര്യങ്ങൾക്ക് ലേറ്റ് ആവും. നിനക്കാണത് ലേറ്റ് ആവണേ, ദൈവത്തിനത് ലേറ്റ് അല്ല. നല്ലത് തരാൻ വേണ്ടി ദൈവം വെയിറ്റ് ചെയ്യിപ്പിക്കണതാ. നിങ്ങൾ എന്നെ ചിന്തിച്ചിട്ടില്ലേ? ചിലപ്പോൾ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ദൈവമേ അത് കിട്ടാഞ്ഞിട്ട് ഇത് കിട്ടായി നന്നായിട്ടാ, അത് ഈ ജോലിക്ക് പോകാണ്ട് ഈ ജോലിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യിപ്പിച്ചത് നന്നായിട്ടാ. നിങ്ങൾക്ക് എന്നെ തോന്നിയിട്ടില്ലേ? തോന്നിയിട്ടുണ്ട് എന്തോരം കാര്യങ്ങളില്. എടവേ, ദൈവം നല്ലതരുള്ളൂ. രഞ്ജിത്തെ വന്നേ. സ്വന്തം മക്കൾക്ക് മോശമായിട്ട് കൊടുക്കോ? ഇല്ല. ഏറ്റവും നല്ലതിൽ കൊടുക്കുള്ളൂ. അതെ. കിട്ടാവുന്നതില് നല്ലത്, ഏറ്റവും നല്ലത്, ഏറ്റവും നല്ലത്. ഇതൊരു അപ്പനാ അല്ലേ? ഉറപ്പില്ലേ? ഉറപ്പാണ്. ഒരപ്പൻ സ്വന്തം മക്കൾക്ക് ഏറ്റവും ബെസ്റ്റ് കൊടുക്കണം, ഏറ്റവും ബെസ്റ്റ്. ഒരു മോശമുള്ളത് കൊടുക്കില്ല. നിങ്ങൾ ചിന്തിച്ചോളാം. ഞാനൊരു കാര്യം കൂടി ചോദിച്ചോട്ടെ, മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കോ? എല്ലാ കാര്യങ്ങളും സാധിച്ചു കൊടുക്കില്ല. അവർക്ക് ആവശ്യമുള്ളതെന്ന് തോന്നുന്നത് സാധിച്ചു കൊടുക്കും. ബെസ്റ്റ് തന്ത. അവർക്ക് എല്ലാം സാധിച്ചു കൊടുക്കില്ല. ഇല്ല, അവർക്ക് എല്ലാം സാധിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. പിന്നെ അവർക്ക് ആവശ്യം തോന്നുന്നത് ആർക്ക് തോന്നണം? നമുക്ക് തോന്നണം. ആർക്ക്? നമുക്ക്? എനിക്കോ? അല്ല, മാതാപിതാക്കൾക്ക്. എന്ന് വെച്ചാൽ രഞ്ജിത്തിന്റെ ഭാര്യയ്ക്കും തോന്നണം. എന്നാലേ സാധിച്ചു കൊടുക്കും. ഒരു വാശി പിടിക്കാ, കൊടുക്കോ? ഇല്ല. കരയാ? കൊടുക്കൂല. ഭക്ഷണം കഴിക്കാതിരിക്കുക? പിന്നീട് വിശപ്പുള്ളപ്പോൾ കഴിച്ചോളാം. മിണ്ടാതിരിക്കുക? കൊടുക്കോ? കൊടുക്കൂല. എന്തു വന്നാലും യെസ് എന്ന് പറയാൻ പറ്റുന്നത് നമുക്ക് അംഗീകരിക്കാൻ പറ്റും. ആർക്ക് യെസ് എന്ന് പറയാൻ തോന്നണം? നമുക്ക് തോന്നണം, നല്ലതാണെന്ന് തോന്നണം, അപ്പനമ്മയ്ക്ക് തോന്നണം. എന്നാലേ കൊടുക്കും. അവിടെ നിൽക്കട്ടെ. ചേച്ചി വന്നേ, ഇതൊടുക്ക്. ഇവിടെ വാ, ഇതോടെ കഴിഞ്ഞ് നിർത്താം. വാ, ഇതിനോട് ഇവിടെ അവസാനം ഉണ്ടാവും. ഇവിടെ വാ, പേടിക്കാണ്ട് വാ. ഇവിടെ പേരൊന്നുട്ടാ? ഷീല. നല്ല പേരാ കേട്ടോ, എല്ലാവരും അറിയപ്പെടുന്ന ഒരു പേരാണ് ഷീല കേട്ടോ. ഓക്കെ, ഷീലച്ചേ, മക്കൾ ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും കൊടുക്കോ? ഇല്ല. അതിനേക്കാളും വലിയതല്ല കേട്ടോ. എന്താ കൊടുക്കാത്ത? നമുക്ക് മനസ്സിൽ അത് ആവശ്യമെന്ന് തോന്നിയാ കൊടുക്കും. മക്കൾക്ക് ആവശ്യമാണെന്ന് തോന്നണം. ആർക്ക് തോന്നണം? മാതാപിതാക്കൾക്ക് തോന്നണം. എന്നാലേ കൊടുക്കുക. ഒരു വാശി പിടിക്കാൻ കൊടുക്കോ? ഇല്ല. കരയെ കൊടുക്കോ? ഇല്ല. നിർബന്ധം പിടിക്കാൻ കൊടുക്കോ? ഇല്ല. മിണ്ടാതിരിക്കാൻ കൊടുക്കോ? ഭക്ഷണം കഴിക്കാതിരിക്കാൻ കൊടുക്കോ? ഇല്ല. എന്തൊട്ട് തള്ളിയാണത്?
പിള്ളേര് ഭക്ഷണം കഴിക്കാതിരുന്ന അമ്മയ്ക്കൊരു വിഷമം ഉണ്ടാവില്ലേ? കൊടുക്കൂല. ഇല്ല, അവർക്ക് മോശമാണെങ്കിൽ ഒരിക്കലും കൊടുക്കൂല. കൊടുക്കൂല. ഉറപ്പാണേ? ഉറപ്പ്. ഉറപ്പ്. അവർക്ക് നല്ലതാണ്, ആ, കൊടുക്കും. 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 നിങ്ങൾ ചിന്തിച്ചു നോക്കി, ഒരു അപ്പനും അമ്മേനെ ഞാൻ നിർത്തിയേക്കാം. നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചിന്തിച്ചു നോക്കി. ഈ അപ്പം പറയാ മക്കൾക്ക് എല്ലാം കൊടുക്കാൻ പറ്റത്തില്ല. അവർക്ക് നല്ലതാണെന്ന് ഈ അപ്പനെ തോന്നണം. മക്കൾക്ക് തോന്നിയിട്ട് കാര്യമില്ല. അപ്പന് തോന്നണം നല്ലതാണ് എന്നാണെങ്കിൽ കൊടുക്കും. അമ്മയ്ക്ക് തോന്നണം എന്നാണെങ്കിൽ കൊടുക്കും. അല്ലെങ്കിൽ കൊടുക്കൂല. ഈ അപ്പൻ നല്ല അപ്പനാണെങ്കിൽ നല്ലൊരു കൈ കൊടുത്തേ. ഇതാണോ നല്ല കൈയടി? ഈ വർഷത്തെ ബെസ്റ്റ് തന്തയ്ക്കുള്ള അവാർഡ് രഞ്ജിത്തിന് കൊടുത്ത. രഞ്ജിത്ത് നോക്കാം. ഈ അമ്മ നല്ല അമ്മയാണെങ്കിൽ നല്ലൊരു കൈ കൊടുത്തേ. ഈ വർഷത്തെ നല്ല തള്ളയ്ക്കുള്ള അവാർഡും തന്നിരിക്കുന്നു കേട്ടോ. ഷീല ചേച്ചിക്ക് തന്നിരിക്കുന്നു. പൊക്കോ, രണ്ടുപേരും പൊക്കോ. നിങ്ങൾ തന്നെ സിമ്പിളായിട്ട് ചിന്തിച്ചു നോക്ക്. നിങ്ങൾ തന്നെ പറയാ, ഒരപ്പനും ഒരു അമ്മയും മക്കൾക്ക് എല്ലാം കൊടുക്കില്ല. അവർക്ക് ആവശ്യമുള്ളത് അപ്പനും അമ്മയ്ക്കും തോന്നണം, എന്നാലേ കൊടുക്കൂ. അപ്പൊ നമ്മുടെ സ്വർഗീയ അപ്പൻ നമ്മൾ ചോദിക്കുന്ന എല്ലാ കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും തരുവോ? ഇല്ല. എടോ, നിനക്ക് എന്ത് വേണമെന്ന് അവനറിയാം. അവനാണ് ആദ്യവും അന്ത്യവും. നിനക്ക് എന്ത് വേണമെന്നും നിനക്ക് എന്ത് തന്നാലാ ശരിയാവും എന്നും അവനറിയാം. എന്നാലേ അത് തരുള്ളൂ. കേട്ടോ? മനസ്സിലായോ? ചെവിയുള്ളവൻ കേട്ടോ? അപ്പൊ എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യം അറിയോ? കൃത്യസമയത്ത് നിനക്ക് എന്താണോ വേണ്ടേ അത് ദൈവം തരും. കൃത്യമായിട്ട് തരും കേട്ടോ. വലതരം ഉയർത്തി പറ ഹല്ലേലൂയ. ഞാൻ ഞാനൊരു കാര്യം കൂടി നാളെ പറഞ്ഞു തുടങ്ങും കേട്ടോ. അച്ഛൻ ഈ വചനപ്രഘോഷണം നടത്തേണ്ട ഒരു അച്ഛനല്ല. അച്ഛൻ സാധാരണ ഒരു പള്ളിയില് നിങ്ങളുടെ അച്ഛന്മാരൊക്കെ ഇരിക്കുന്ന പോലെ ഒരു ഇടവകയില് ഇങ്ങനെ ശുശ്രൂഷ ചെയ്യേണ്ട ഒരു അച്ഛനാണ് ഞാനിപ്പോ എന്റെ മേഖല, ഞാനിപ്പോ വചനപ്രഘോഷണത്തിന് വേണ്ടി ഇങ്ങനെ പുറത്തേക്ക് പോയിക്കൊണ്ടിരിക്കുക. ഒരു കാരണമുണ്ട് കേട്ടോ. എൻ്റെ ജീവിതത്തിൽ തമ്പുരാൻ ഇടപെട്ട ഒരു സംഭവം ഉണ്ട് എൻ്റെ ജീവിതത്തിൽ. ആ സംഭവം ഇന്നിപ്പോ പറയാൻ നേരമില്ല, നാളേക്ക് പറയുള്ളൂ കേട്ടോ. ഞാൻ കുറച്ചുകൂടി പ്രസംഗിക്കട്ടെ? വേണ്ട, ഞാൻ നാളെ കാണാൻ കേട്ടോ. ഇപ്പം 9:30 ആവാറായി. ഞാൻ പ്രാർത്ഥനയോട് കഴിഞ്ഞ് നമുക്ക് നിർത്താം കേട്ടോ. അപ്പൊ അതുകൊണ്ട് നാളെ വരുമ്പോൾ അച്ഛൻ കൃത്യമായിട്ട് പറയും. അതുകൂടി പറഞ്ഞിട്ട് നാളെ കൂടി ഉള്ളൂ. അപ്പൊ എനിക്ക് സന്തോഷമായി കേട്ടോ. ഇന്നിപ്പോ കസേരകൾ അത്യാവശ്യം എല്ലാം നിറഞ്ഞിട്ടുള്ള കുറച്ച് കസേരകൾ മാത്രം ഇപ്പൊ ഇല്ലാത്തുള്ളൂ. അപ്പൊ നാളെ വരുമ്പോ നിങ്ങളുടെ കൂടെ ഉള്ളവരെ കൂടി വിളിച്ചിട്ട് വരണം. ഇത്രയും സ്ത്രീകൾക്ക് ഇത്രയും, അപ്പൊ നിങ്ങള് ഇത്രയും ഇതെങ്ങനെയാ കർത്താവ് ഇവിടെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കണേ? എനിക്കതൊരു കൺഫ്യൂഷനായിട്ട് നിൽക്കാം. എന്തെങ്കിലും ആവട്ടെ കേട്ടോ. അപ്പൊ എന്തെങ്കിലും ഇത്രയും സ്ത്രീകൾക്ക് ഇത്രയും പുരുഷന്മാര് പോരാ കേട്ടോ. അപ്പൊ അതുകൊണ്ട് നാളെ വരുമ്പോ നിങ്ങൾ കുറച്ചും കൂടി ഒക്കെ വിളിച്ചിട്ട് വരണം കേട്ടോ. അപ്പോ നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം. നാളെയും കൂടി ഈ അപേക്ഷകൾ നിങ്ങൾ ഏതെങ്കിലും പ്രാർത്ഥനകൾ എഴുതി കൊണ്ടിട്ടുണ്ടെങ്കിൽ പോണതിന് മുമ്പ് അത് ഇട്ടിട്ട് പൊക്കോളാം കേട്ടോ. അതിടാൻ വേണ്ടിയിട്ട് ആ പെറ്റി വെച്ചേക്കണേ. അപ്പൊ നിങ്ങൾക്ക് ഇടാം. നാളെയും കൂടി അവസരം ഉണ്ടാവും. അച്ഛൻ അതിനു വേണ്ടി പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കും കേട്ടോ. ഇവിടെ ഒരു പെറ്റി വെച്ചിട്ടുണ്ട്, നിങ്ങൾക്ക് ഇടാം കേട്ടോ. അതിനുവേണ്ടി പ്രാർത്ഥിക്കും. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റേക്കാം, നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. നാളെ വരുമ്പോ കൂടെയുള്ളവരെ വിളിച്ചിട്ട് വരണം. നാളെ കുടുംബജീവിതത്തെ കുറിച്ചാ പറയാൻ പോണേ കേട്ടോ. നാളെ വരുമ്പോ കുടുംബജീവിതമാണ്. അതുകൊണ്ട് കുടുംബത്തിലുള്ളവരുടെ കൊണ്ടുവാ. നിങ്ങളുടെ മാത്രം കൊണ്ടുവന്നാൽ മതി കേട്ടോ. അപ്പൊ അതുകൊണ്ട് അയൽവക്കക്കാരൊക്കെ വിളിച്ചോ, എന്നാലും കുഴപ്പമില്ല. ഞാൻ ജീവിത പങ്കാളിയിൽ കൊണ്ടുവരാനാ പറഞ്ഞേ കേട്ടോ. അപ്പൊ അയൽവക്കക്കാരുടെ രീതിയിലൂടെ വിളിച്ചോ, മക്കളെയും വിളിച്ചോ, എല്ലാവരും വിളിച്ചോ. നാളെ കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കുടുംബത്തെ കുറിച്ച്. അതുകൊണ്ടാ അപ്പൊ എല്ലാവരും കേൾക്കേണ്ടതാണ് ചില കാര്യങ്ങൾ. അതുകൊണ്ട് നിങ്ങൾ കുടുംബത്തിലുള്ളവർ കൊണ്ടുവരാം. ബോറടിക്കണ്ട. ആർ യു ഓക്കെ? കംഫർട്ടബിൾ? ഞാൻ കുറേ കൂടി സീരിയസ് ആയിട്ട് പ്രസംഗിക്കണോ? വേണ്ട, എനിക്കറിയാം. ഞാൻ കുറച്ചും കൂടി സീരിയസ് ആയിട്ടൊക്കെ പ്രസംഗിക്കും കേട്ടോ. ഞാൻ ധ്യാന കേന്ദ്രത്തിലൊക്കെ വളരെ സീരിയസാ. പക്ഷെ ഇങ്ങനെ ഇടവക ധ്യാനത്തിലൊക്കെ പോകുമ്പോൾ, സഭയിലൊക്കെ പോകുമ്പോൾ വളരെ എന്തൊക്കെയാണ് ഞാൻ പറയുന്നറിയോ, നിങ്ങൾ എന്തൊക്കെയാണ് സ്ട്രെസ് അനുഭവിച്ചിട്ട് ജീവിതത്തിൽ നിന്ന് വരണേ. ഞാനും കൂടി സ്ട്രെസ് എന്നാൽ ശരിയാവോ? ഇല്ല. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി നല്ല വാക്കുകൾ പറഞ്ഞ്, സ്നേഹത്തിന്റെ വാക്കുകൾ പറഞ്ഞ്, സന്തോഷത്തിന്റെ വാക്കുകൾ പറഞ്ഞ്, അച്ഛൻ എന്തെങ്കിലുമൊക്കെ തിരുത്തി തരുന്നോ കറക്റ്റ് ചെയ്ത് തരുന്നോ സന്തോഷത്തോടെ സ്വീകരിച്ചോളോട്ടോ. അല്ലേ? കണ്ട് ഇവിടെ മുഖത്തൊക്കെ ഇപ്പൊ എന്നാ ചിരിയാൻ നോക്കി കേട്ടോ. ഒരു മാലാകമാരാ അവര് കേട്ടോ. മാലാകമാര് ദൈവത്തിന്റെ കീർത്തനം പറഞ്ഞവരാ. ഞങ്ങളുടെ ഒരു അഗസ്തീനോസ് പുണ്യവാനുണ്ട്. പുണ്യവാൻ പറഞ്ഞു വെച്ചാൽ വളരെ സുന്ദരമായൊരു കോട്ടിങ് ഉണ്ടെന്നറിയോ. ഒരു പ്രാവശ്യം പാടുന്നവൻ 2 പ്രാവശ്യം പ്രാർത്ഥിക്കുന്നു. ഇവരൊരു പാട്ട് പാടിയ 2 പ്രാർത്ഥനയുടെ ശക്തി ഉണ്ട് നിങ്ങൾക്ക്. പാട്ടുകാരുടെ സ്ഥാനം ഞങ്ങളുടെയൊക്കെ സഭയില്, നിങ്ങളുടെ സഭയിലും വളരെ വലുതാ കേട്ടോ. നിങ്ങൾ സൂപ്പറായിട്ട് പാടുന്നുണ്ട്. സൂപ്പർ കൊയറാ കേട്ടോ. ചിരിച്ചു പാടിയ
വെരി ഹാപ്പി. ഞങ്ങളും ചിരിക്കും നിങ്ങളെ കാണുമ്പോൾ. നിങ്ങളാണ് അങ്ങോട്ട് നോക്കി ചിരിക്കേണ്ടത് കേട്ടോ. എല്ലാം നിങ്ങളെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ നാളെ വരുമ്പോൾ ഭയങ്കര സന്തോഷത്തിന്റെ നിറവിലായിരിക്കാം. അവസാനത്തെ ദിവസം നിങ്ങൾ എല്ലാവരും വരണം. നാളെ വരുമ്പോൾ പ്രാർത്ഥനകൾ എഴുതിക്കൊണ്ട് വരിക. അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നതായിരിക്കും. നമുക്കൊരു നിമിഷം ഒന്ന് പ്രാർത്ഥിക്കാം. കരുണ്യവാനായ സ്വർഗീയ പിതാവേ, ഞങ്ങളെ ഓരോ ദിവസവും അനുഗ്രഹിക്കുന്ന സ്വർഗീയ അപ്പച്ച, നന്ദി പറയുന്നു ഇന്ന് വരെ കാത്തതിന്. ഈശോയെ, ജീവിതത്തിൽ ഒത്തിരി സങ്കടങ്ങളും വേദനകളൊക്കെ ഞങ്ങൾക്ക് ഉണ്ടായിട്ടുണ്ട്. പലപ്പോഴും ഒറ്റയ്ക്ക് ഇരുന്ന് കരഞ്ഞിട്ടുണ്ട്. ആരില്ലാത്തവരെ പോലെ നിലവിളിച്ചിട്ടുണ്ട്. മക്കളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ കടന്നു വന്നപ്പോഴും, കുടുംബത്തിലെ കടബാധ്യതകൾ ഉണ്ടായപ്പോഴും, രോഗങ്ങൾ വന്നപ്പോഴും, ഒത്തിരിയേറെ സഹനങ്ങൾ ജീവിതത്തിലേക്ക് കടന്നു വന്നപ്പോഴും, തടസ്സങ്ങൾ ഉണ്ടായപ്പോഴും, ചില കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് കിട്ടാതിരുന്നപ്പോഴും ഒത്തിരിയേറെ കരഞ്ഞിട്ടുണ്ട്. ഈശോയെ, എൻ്റെ മുമ്പിലായിരിക്കുന്ന ഈ ജനത്തിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുക. ദൈവമേ, ഈ സഭയെ നയിച്ചുകൊണ്ടിരിക്കുന്ന ഞങ്ങളുടെ അച്ഛന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. അച്ഛൻ്റെ ജീവിതത്തെയും അച്ഛൻ്റെ കുടുംബത്തെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമേ, അച്ഛന് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും നീ നൽകണേ കർത്താവേ. ദൈവമേ, നിന്റെ മുമ്പിൽ ഈ മക്കൾക്ക് വേണ്ടി കരങ്ങൾ ഉയർത്തുന്ന വ്യക്തിയാണ് ഈ അച്ഛൻ. മോശ ഉയർത്തിയതുപോലെ ഈ അച്ഛൻ കരങ്ങൾ ഉയർത്തുമ്പോൾ ദൈവമേ, ഈ സഭയ്ക്കും ഈ സഭയോട് ചേർന്ന് പ്രവർത്തിക്കുന്ന എല്ലാ മക്കൾക്കും ഈ അനുഗ്രഹങ്ങൾ കൊടുക്കണം. ദൈവമേ, ഈ സഭയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിക്കുന്നു. ചർച്ച കമ്മിറ്റി അംഗങ്ങളുണ്ട്, കൊയറുണ്ട്, ഓരോ നേതൃത്വങ്ങൾ വഹിക്കുന്നവരുണ്ട്. അവരെല്ലാവരെയും അങ്ങയുടെ മുമ്പിലേക്ക് തരികയാണ്. സെക്രട്ടറി, ട്രഷറർ, ഡീക്കന്മാര്, അവരെല്ലാവരെയും ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് തരുന്നു. ദൈവമേ, ഈ വചനത്തിന്റെ ശക്തിയാ ഞാൻ അങ്ങയുടെ മുമ്പിലേക്ക് ഈ മക്കളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിന്റെ വചനം കേൾക്കുന്ന ഈ മക്കളെ നീ പ്രത്യേകമായിട്ട് അനുഗ്രഹിക്കണേ ഈശോയെ. ഇവരുടെ വേദനകളിലും രോഗങ്ങളിലും ബുദ്ധിമുട്ടുകളിലും തടസ്സങ്ങളിലും ജീവിതത്തിന്റെ ഓരോ പരുപരുത്ത അനുഭവങ്ങളിലും കർത്താവേ, നീ ഇവരുടെ കൂടെ ഉണ്ടായിരിക്കണം. അബ്രാഹത്തിന്റെ ദൈവം കൂടെയുണ്ടെന്നുള്ള വിശ്വാസം ഇവരെ വഴി നടത്തട്ടെ. കൃത്യസമയത്ത് ഇടപെടുമെന്ന് പറഞ്ഞ ദൈവം ഇവരെ എന്നും ചേർത്ത് പിടിക്കട്ടെ. ദൈവമേ, ഈ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കണ്ണീരിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ ജീവിതത്തിന്റെ സഹനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ കഷ്ടപ്പാടുകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ രോഗങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ഇവരുടെ സഹനങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ മക്കളുടെ വേദനകൾ കണ്ട്, ഇവരുടെ കണ്ണീര് കണ്ട് ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ. ഇവരുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരം കൊടുക്കണേ. ഇവരെ ചേർത്ത് പിടിക്കണേ. പരിശുദ്ധാത്മാവേ, നിന്റെ അഭിഷേകത്താൽ ഈ മക്കളെ ഓരോരുത്തരെയും ശക്തിപ്പെടുത്തണമേ. ഇവിടെ യാചനകളും വേദനകളും സഹനങ്ങളും ബുദ്ധിമുട്ടുകളും മാറ്റിക്കൊടുക്കണേ. ഇവരുടെ കുടുംബത്തെ അനുഗ്രഹിക്കണേ. ഇവിടെ ബിസിനസ് മേഖലയും ജോലി മേഖലയും വിശുദ്ധീകരിക്കണേ. കാരുണ്യവാനായ ദൈവമേ, ഈ ശബ്ദപരിധിയിലായിരിക്കുന്ന ഓരോ മക്കളെയും ഞാൻ അങ്ങയുടെ മുമ്പിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥനകൾ കേട്ട് ഇവരെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണേ. നമുക്ക് തമ്പുരാന്റെ ആശീർവാദം സ്വീകരിക്കാം. കാരുണ്യവാനായ ദൈവം നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ. നിങ്ങളുടെ ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും വേദനകളിലും ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ. ജീവിതത്തിന്റെ പ്രശ്നങ്ങളുടെ നടുവിൽ ദൈവത്തിന്റെ കാരുണ്യം നിങ്ങളുടെ കൂടെ ഉണ്ടാകട്ടെ. കഷ്ടപ്പാടുകളുടെയും രോഗങ്ങളുടെയും നടുവിൽ വൈദ്യനായ ഈശോ നിങ്ങളെ ആശ്വസിപ്പിക്കട്ടെ. ജീവിതത്തിന്റെ ഓരോ അവസ്ഥകളിലും ദൈവം നിങ്ങളെ വഴി നടത്തട്ടെ. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും എന്നും നിങ്ങളോടൊപ്പവും നിങ്ങളുടെ കുടുംബത്തോടൊപ്പവും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.